മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? കോംപ്ലിയൻസ് കൂടുമ്പോൾ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? കൂടും. ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. അതായത് ഇലാസ്റ്റിസിറ്റി തിരിച്ചു പോകാനുള്ള ടെൻഡൻസി എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് ആലോചിക്കുക. കോംപ്ലിയൻസിനെ സ്ട്രെച്ചബിലിറ്റി എന്ന് ആലോചിക്കുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കോംപ്ലിയൻസ് കൂടുതലാണെന്ന് പറയും. മാക്സിമം സ്ട്രെച്ച് ചെയ്ത ആ ഒരു സാധനത്തിന് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി എന്തായിരിക്കും? അതിൻ്റെ നോർമൽ ഷേപ്പ് തിരിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. ഇലാസ്റ്റിസിറ്റി അങ്ങനെ വേണം ആലോചിക്കാൻ. അതായത് ആ ബാക്ക് ടു നോർമൽ പോകാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക് സാധനങ്ങൾ, ഇലാസ്റ്റിക്കിനെ ആലോചിക്കരുത്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് ആലോചിക്കണം. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ശരിക്കും ആ നോർമൽ ഷേപ്പ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ? കോംപ്ലിയൻസ് കൂടിയാൽ ഇലാസ്റ്റിസിറ്റി കുറയുമോ കൂടുമോ? കുറയും. അപ്പൊ അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നോർമൽ ലങ്ങിന്റെ കോംപ്ലിയൻസ് എന്ന് പറയുന്നത് 200 ml പെർ സെൻറ്റിമീറ്റർ വാട്ടറാണ്. അതായത് ഇത്രയും ഒരു യൂണിറ്റ് പ്രഷർ കൊടുക്കുമ്പോൾ 200 ml നമുക്ക് മാക്സിമം അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ 200 ml കോംപ്ലിയൻസ് നോർമൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രഷറിൽ നമുക്ക് പോസിബിളായ മാക്സിമം സ്ട്രെച്ചബിലിറ്റിയാണ് ഈ 200 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ലോവർ കോംപ്ലിയൻസ് വന്നാൽ, ലോവർ കോംപ്ലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലങ്സിന് സ്ട്രെച്ച് ചെയ്യാനുള്ള എബിലിറ്റി അവിടെ കുറവാണെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യാനുള്ള എബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം എഫേർട്ട് എടുത്തിട്ട് ബ്രീത്ത് ചെയ്യേണ്ടി വരും. മോർ എഫേർട്ട് ഓഫ് ബ്രീത്തിങ് ആയിരിക്കും. കോംപ്ലിയൻസ് കുറയാന്ന് വെച്ചാൽ ലങ്സിന് സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുറവായിരിക്കും. അപ്പം നമ്മുടെ ബ്രീത്തിങ് എഫേർട്ട് കൂടും. ക്ലിയർ അല്ലേ അത് രണ്ടും? കോംപ്ലിയൻസും ഇലാസ്റ്റിസിറ്റിയും. ക്ലിയർ ആണ്. ജസ്റ്റ് നമുക്ക് ഫൈബ്രോസിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഫൈബ്രോസിൽ എന്താണ്? ആൽവിയോളയിൽ ഫൈബ്രോട്ടിക് മെറ്റീരിയൽസ് വന്നിട്ട് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈബ്രോട്ടിക് മെറ്റീരിയൽസ് വന്ന് അടിഞ്ഞുകൂടുമ്പോൾ ലങ്സിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമായിരിക്കുമോ? ഫൈബ്രോസിന്റെ കേസിൽ ലങ്സിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും? ഇത് ആൽവിയോളെ അതെ, കോംപ്ലിയൻസ് കുറവായിരിക്കും ഫൈബ്രോസിന്റെ കേസിൽ. ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കോ കുറവായിരിക്കോ? അലീഷയൊക്കെ ഫൈബ്രോട്ടിക് മെറ്റീരിയൽ വന്നിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് അതിൻ്റെ നോർമൽ ആ ഒരു ഷേപ്പിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. ആദ്യം ഇരുന്ന പോലെ തന്നെ അതിന് വലിച്ചു നീട്ടാൻ പറ്റാത്ത രീതിയിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടുതലായിരിക്കും. അതായത് അതിൻ്റെ ആ നോർമൽ പൊസിഷൻ, നോർമൽ ഷേപ്പ് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും, കോംപ്ലിയൻസ് കുറവായിരിക്കും ഫൈബ്രോസിന്റെ കേസ്. രണ്ട് ടൈപ്പ് കോംപ്ലിയൻസ് ആണ് നമുക്കുള്ളത്. സ്റ്റാറ്റിക് കോംപ്ലിയൻസും ഡൈനാമിക് കോംപ്ലിയൻസും. സ്റ്റാറ്റിക് കോംപ്ലിയൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് കോംപ്ലിയൻസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ആയിരിക്കും, അനങ്ങാതെ ബ്രെത്ത് ഹോൾഡ് ചെയ്ത് അത് മെഷർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിക് കോംപ്ലിയൻസ് എന്ന് പറയും. ഡൈനാമിക് കോംപ്ലിയൻസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഇൻസ്പയർ ചെയ്യുക എക്സ്പയർ ചെയ്യുക ചെയ്യുമ്പോൾ മെഷർ ചെയ്യുന്നതാണ് ഡൈനാമിക് കോംപ്ലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇലാസ്റ്റിസിറ്റിയും കോംപ്ലിയൻസും? അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. കോംപ്ലിയൻസ് കൂടുന്നിടത്ത് ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും.
ഫൈബ്രോസിസിൻ്റെ കേസിലാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി കൂടുതലും കോംപ്ലിയൻസ് കുറവുമായിരിക്കും. ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ലങ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ലങ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റിക്കകത്ത് നമ്മൾ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കും, പക്ഷേ തിരിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സെൻറ്റൻസ് ആയിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഓരോന്നും ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമുക്ക് ടൈഡൽ വോളിയം നോക്കാം. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ആ ഒരു യെല്ലോ പോർഷൻ കാണുന്നുണ്ടല്ലോ ഗ്രാഫിൽ. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇൻസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യുന്നത് ഒരു നോർമൽ റെസ്പിറേഷനകത്ത് ഇൻഹെയിൽ ചെയ്യുകയോ എക്സ്ഹെയിൽ ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഓഫ് എയറിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ നോർമൽ വാല്യൂ 500 ml. ഇപ്പോൾ ടൈഡൽ വോളിയം നോർമൽ റെസ്പിറേഷനാണെന്ന് ഓർക്കുക, ഇൻഹെയിൽ ചെയ്യുന്നത് എക്സ്ഹെയിൽ ചെയ്യുന്നത്, അത് 500 ml ടൈഡൽ വോളിയം. ഇനി നെക്സ്റ്റ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. നമ്മൾ നോർമലി ഒരു എമൗണ്ട് ഓഫ് എയർ നമ്മൾ ഇൻസ്പയർ ചെയ്തു, ഇനി മാക്സിമം നമുക്കത് കൂടാതെ എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പയർ ചെയ്ത് റിസർവിനെ എടുക്കുകയാണ് നമ്മൾ, മാക്സിമം എത്രനെ എടുക്കാൻ പറ്റും, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പയർ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് നോക്കുക, അതിൻ്റെ നോർമൽ വാല്യൂ വരുന്നത് 3300 ml ആണ് വരുന്നത്. മാക്സിമം നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഫോഴ്സ്ഫുള്ളി എത്ര അകത്തേക്ക് എടുക്കാൻ പറ്റും, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി അടുത്ത് വരുന്നത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു എമൗണ്ട് ഓഫ് എയറിനെ പുറത്തേക്ക് കളഞ്ഞു, ഇത് കൂടാതെ മാക്സിമം നമുക്ക് എത്ര പുറത്തേക്ക് കളയാൻ പറ്റും. സാധാരണ നമ്മൾ കളയുന്നതിൽ കൂടുതൽ നമ്മൾ ഇപ്പം നിശ്വാസമൊക്കെ വിടുമ്പോൾ ഇതുപോലെ മാക്സിമം ഒരു എയറിനെ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുമല്ലോ, അതാണ് ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. മാക്സിമം ഫോഴ്സ്ഫുള്ളി എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും, അതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതെന്ന് പറയുന്നത് 1000 ml ആണ് വരുന്നത്. ആ താഴേക്ക് വരുന്ന ഗ്രീൻ പോർഷനാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അടുത്തത് റെസിഡ്യുവൽ വോളിയം. റെസിഡ്യുവൽ വോളിയം എന്താണ്? റെസിഡ്യൂ ആണ്, അല്ലെങ്കിൽ ബാക്കി കിടക്കുന്ന റെസിഡ്യൂ ആണ് ഈ റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു എക്സ്പിറേഷനിൽ കുറച്ച് എമൗണ്ട് പുറത്തോട്ട് കളഞ്ഞാലും ബാക്കി നമുക്ക് അവിടെ കിടക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് റെസിഡ്യുവൽ വോളിയം. റെസിഡ്യുവൽ വോളിയം ഇനി എന്തൊക്കെ ചെയ്താലും ലങ്സിൽ ബാക്കി കിടക്കുന്നതാണ് റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. റിമൈൻ ഇൻ ലങ്സ് ആഫ്റ്റർ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1200 ml ആണ്. ഇനി ഓരോ കപ്പാസിറ്റീസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും 4 വോളിയംസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. ടൈഡൽ വോളിയം നോർമൽ റെസ്പിറേഷനിൽ ഇൻഹെയിൽ ചെയ്യുന്നതോ എക്സെയിൽ ചെയ്യുന്നതാണ്. ഇൻസ്പിറേറ്ററി റിസർവ് നമ്മൾ മാക്സിമം ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തെടുക്കുന്നത്. എക്സ്പിറേറ്ററി റിസർവ് എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കളയുന്നത്. റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത് റെസിഡ്യൂ കിടക്കുന്നതാണ്, മാക്സിമം എക്സ്പയർ ചെയ്ത് കളഞ്ഞാലും ബാക്കി എത്ര കിടക്കും എന്നുള്ളതാണ് റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. ഇനി ഓരോ കപ്പാസിറ്റീസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇപ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി നമുക്ക് പേരും തന്നെ അറിയാൻ പറ്റും, മാക്സിമം നമുക്ക് എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പോൾ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം മാക്സിമം ക്യാൻ ബി ഇൻസ്പയർഡ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നോർമൽ എക്സ്പിറേഷൻ ആണ്. ഒരു നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞിട്ട് മാക്സിമം നമുക്ക് എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, മാക്സിമം നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന വോളിയം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന വോളിയം ഏതാണ്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതെ, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എന്തും കൂടി വരും, നമ്മൾ നോർമലി ഇൻസ്പയർ ചെയ്യുന്ന ഏതാണ്? നോർമലി ഇൻസ്പയർ ചെയ്തെടുക്കുന്ന വോളിയം ടൈഡൽ വോളിയം. അത് രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അത് 3800 ml ആണ് എൻ്റെ വാല്യൂ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിന് മാക്സിമം ഇൻസ്പയർ ചെയ്തതിന് ശേഷം എത്ര എക്സ്പയർ ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റും, അതാണ് വൈറ്റൽ കപ്പാസിറ്റി മീൻസ് മാക്സിമം നമ്മൾക്ക് എത്ര പുറത്തേക്ക് കളയാൻ പറ്റും ആഫ്റ്റർ ഡീപ്പ് ഇൻസ്പിറേഷൻ. ഡീപ്പായിട്ടൊരു ഇൻസ്പിറേഷൻ എടുക്കുന്നു, എന്നിട്ട് മാക്സിമം നമ്മളത് പുറത്തേക്ക് എക്സെൽ ചെയ്ത് കളയുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ രണ്ടും മാക്സിമം വരുന്നുണ്ട്, മാക്സിമം എക്സ്പിറേഷനും വരുന്നുണ്ട്, മാക്സിമം ഇൻസ്പിറേഷനും വരുന്നുണ്ട്. ആ രണ്ട് വോളിയംസ് ഏതൊക്കെയാണ്?
expiratory reserve volume, എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതെ, മൂന്നും എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അതിൻ്റെ കൂടെ നോർമലി നമുക്ക് കളയാൻ പറ്റുന്ന ടൈഡൽ വോളിയം, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി മാക്സിമം നമുക്ക് എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും ആഫ്റ്റർ ഡീപ്പ് ഇൻസ്പിറേഷൻ. ഡീപ്പ് ഇൻസ്പിറേഷൻ എന്നുള്ളത് ഓർക്കണം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയിലാണെങ്കിൽ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ ആയിരുന്നു. ഇവിടെ വൈറ്റൽ കപ്പാസിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ആഫ്റ്റർ ഡീപ്പ് ഇൻസ്പിറേഷന് ശേഷം എത്ര നമുക്ക് എക്സ്പയർ ചെയ്ത് കളയാൻ പറ്റും. അതിനകത്ത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്താണ്? inspiratory capacity, അതെ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി നമ്മൾ നോർമലി ഫങ്ഷൻ ചെയ്യും, നമ്മൾ ബോഡി നോർമലി ഫങ്ഷൻ ചെയ്യുമ്പോൾ റെസിഡ്യൂ കിടക്കുന്നത്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എയർ ഇൻ ലങ് ഡ്യൂറിങ് റെസ്റ്റ്. നമ്മൾ സാധാരണ രീതിയിൽ നിൽക്കുമ്പോൾ എത്ര റെസിഡ്യൂ ഉണ്ടായിരിക്കും, അതാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. അപ്പോൾ എന്ത് ചെയ്താലും നമ്മളെ ലങ്സിൽ ബാക്കി കിടക്കുന്ന റെസിഡ്യുവൽ വോളിയം അവിടെ ഉണ്ടായിരിക്കും. പ്ലസ് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പുറത്തേക്ക് കളയാൻ വെച്ചിരിക്കുന്ന എക്സ്പിറേറ്ററി റിസർവ് വോളിയം അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡ്യുവൽ വോളിയം. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2200 ml ആണ് വരുന്നത്. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താണ്? മാക്സിമം നമുക്ക് എത്ര പറ്റും അതാണ്. അതായത് ഡീപ്പ് ഇൻസ്പിറേഷന് ശേഷം എത്ര എയർ നമ്മുടെ ലങ്സിൽ ഉണ്ടായിരിക്കും, നമ്മുടെ കഴിവിൻ്റെ പരമാവധിയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് ഇൻസ്പിറേഷനിൽ നമ്മൾ എടുക്കുന്ന വോളിയം എന്താണ്? ഡീപ്പ് ഇൻസ്പിറേഷനിൽ എടുക്കുന്ന വോളിയം ഏതാണ്? IRV, IRV പ്ലസ് അവിടെ ആരുണ്ട്? ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം, നോർമലി എടുക്കുന്ന ടൈഡൽ വോളിയം ഉണ്ട്, ഓൾറെഡി ലങ്സിലുള്ള റെസിഡ്യുവൽ വോളിയം ഉണ്ട്, പിന്നെ എക്സ്ട്രാ നമ്മൾ വെച്ചിരിക്കുന്ന എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. ഇത് ഇത്രയും കൂടെ ചേർന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് വാല്യൂ 6000 ml, ഏകദേശം 6 ലിറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ഈ IRV പ്ലസ്, അതായത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിനെ നമുക്ക് ഒന്നിച്ച് വൈറ്റൽ കപ്പാസിറ്റി ആയിട്ട് എടുക്കാം, പ്ലസ് റെസിഡ്യുവൽ വോളിയം. വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റി. അതിൻ്റെ വാല്യൂ വരുന്നത് 6000 ml അല്ലെങ്കിൽ 6 ലിറ്റർ ആണ് ഏകദേശം വരുന്നത്. ഇപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നോർമലി നമുക്ക് റെസ്പിറേഷനിൽ ഇൻഹെയിൽ അല്ലെങ്കിൽ എക്സെയിൽ ചെയ്യുന്നതാണ് ടൈഡൽ വോളിയം 500 ml. IRV അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്നതാണ്, 3300 ml ആണ് വരുന്നത്. എക്സ്പിറേറ്ററി റിസർവ് എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്നതാണ്, 1000 ml ആണ് വരുന്നത്. പിന്നെ റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ കഴിഞ്ഞാലും ലങ്സിൽ കിടക്കുന്നതാണ് റെസിഡ്യുവൽ വോളിയം, അത് 1200 ml വരും. ഓരോ കപ്പാസിറ്റിക്കകത്ത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയിൽ നോർമൽ എക്സ്പിറേഷന് ശേഷം മാക്സിമം എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ടൈഡൽ വോളിയം പ്ലസ് IRV ആണ് വരുന്നത്, 3800 ml വാല്യൂ. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഇൻസ്പിറേഷന് ശേഷം എത്ര നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. അപ്പോൾ ഡീപ്പ് ഇൻസ്പിറേഷനിൽ എടുക്കുന്ന IRV പ്ലസ് നോർമലി എടുക്കുന്ന ടൈഡൽ വോളിയം പ്ലസ് അഡീഷണൽ നമ്മൾ കളയുന്ന ERV, ഇതെല്ലാം കൂടി ചേർന്നിട്ട് 4800 ml. അതിൽ IRV പ്ലസ് TV എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണ്, പ്ലസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് ERV എന്നുള്ളതാണ് വൈറ്റൽ കപ്പാസിറ്റി. നെക്സ്റ്റ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയിൽ നമ്മൾ സാധാ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി എത്ര നമ്മുടെ ലങ്സിൽ ഉണ്ടായിരിക്കും, അതിൽ എപ്പോഴും കാണുന്ന റെസിഡ്യുവൽ വോളിയം പ്ലസ് നമ്മൾ അഡീഷണൽ വെച്ചിരിക്കുന്ന എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ഇത് 2200 ml ആണ് വരുന്നത്. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം കപ്പാസിറ്റി ഡീപ്പ് ഇൻസ്പിറേഷന് ശേഷം, ഡീപ്പ് ഇൻസ്പിറേഷനും കൂടെ ആകുമ്പോഴല്ലേ മാക്സിമം കപ്പാസിറ്റി ആവുള്ളൂ. അപ്പോൾ ടൈഡൽ വോളിയം പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV 6000 ml ആണ് വരുന്നത്. അതിൽ നമുക്ക് ടൈഡൽ വോളിയം IRVയും ERVയും കൂടെ ചേർത്തിട്ട്
വൈറ്റൽ കപ്പാസിറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ക്ലിയർ ആണല്ലോ അല്ലേ? വോളിയംസും കപ്പാസിറ്റീസും ക്ലിയർ ആണ് ഡോക്ടർ. നമുക്ക് സ്പൈറോമെട്രി ഉപയോഗിച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ സ്പൈറോമെട്രിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്തത് റെസിഡ്വൽ വോളിയം ആണ്. റെസിഡ്വൽ വോളിയം കമ്പോണൻസ് ആയിട്ട് വരുന്ന ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റിയും ടോട്ടൽ ലങ് കപ്പാസിറ്റിയും, ഇത് ഇത്രയും നമുക്ക് സ്പൈറോമെട്രി വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. പകരം അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഹീലിയം ഡൈല്യൂഷൻ ടെക്നിക്ക്, നൈട്രജൻ വാഷ് ഔട്ട് മെത്തേഡും പ്ലത്തിസ്മോഗ്രാഫി, ഈ 3 മെത്തേഡ്സാണ് നമ്മൾ റെസിഡ്വൽ വോളിയം അതിൻ്റെ അത് കമ്പോണൻ്റ് ആയിട്ട് വരുന്ന കപ്പാസിറ്റീസ്, ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് അതൊന്ന് കാണിച്ചിരിക്കുന്നതാണ് ഏതൊക്കെ ചേർന്ന് ഏതൊക്കെ കപ്പാസിറ്റി വരുമെന്ന്. അടുത്ത വെന്റിലേഷനും പെർഫ്യൂഷനും ആണ്. വെന്റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വെന്റിലേഷൻ എന്ന് വെച്ചാൽ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ലങ്സിലേക്ക് കയറുന്ന എയറിൻ്റെ അളവാണ് വെന്റിലേഷൻ. വെന്റിലേഷൻ സാധാരണ നമ്മൾ എയർ എന്തോർക്കുക, എയർ എത്ര കയറുന്നുണ്ട്, ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് എയർ എത്ര കയറുന്നുണ്ടെന്നുള്ളതാണ് വെന്റിലേഷൻ. തിരിച്ച് പെർഫ്യൂഷൻ എന്ന് വെച്ചാൽ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് എത്ര ബ്ലഡ് ലങ്ങിലേക്ക് എത്തുന്നുണ്ട്, അതായത് ലങ്സിൽ നിന്ന് ഒരു ഓക്സിജന് എടുത്തിട്ട് പോകാനോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുക്കാനും വേണ്ടിയിട്ട് എത്ര ബ്ലഡ് ലങ്സിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്, അതിൻ്റെ എമൗണ്ട് ആണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെന്റിലേഷൻ എമൗണ്ട് ഓഫ് എയർ ആണ്, പെർഫ്യൂഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ബ്ലഡ് ആണ്. ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് പ്രഷർ ഗ്രേഡിയൻറ്റിന് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ പാർഷ്യൽ പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ടായിരിക്കും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ മൂവ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന 2 ടേംസ് ആണ് അനാറ്റമിക്കൽ ഡെഡ് സ്പേസും ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസും. അന്ന് ഡെഡ് സ്പേസ് എന്ന് വെച്ചാൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാത്ത ഏരിയകളെയാണ് നമ്മൾ ഡെഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പം അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറയുമ്പോൾ അതിൽ നോസ്, ഫാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കി അവിടെ വരെ ഇത് എയർ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ, എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അതാണ് അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറയുന്നത്. ഈ ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ പ്ലസ് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ആൽവിയോളെ ഉണ്ടായിരിക്കും, അതുപോലെ അഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ കിട്ടാത്ത ആൽവിയോളെ ഉണ്ടായിരിക്കും. അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് അനാറ്റമിക്കൽ ഡെഡ് സ്പേസിൻ്റെ കൂടെ ഈ 2 ടൈപ്പ് ആൽവിയോളയും കൂടെ ചേരുമ്പോഴാണ് അത് ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് ആകുന്നത്. അത് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യാത്ത ആൽവിയോളയും അതുപോലെ തന്നെ എന്താണ് അഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ കിട്ടാത്ത ആൽവിയോളെ, ഇവർ പ്ലസ് അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് ആണ് ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറയുന്നത്. നോർമൽ വാല്യൂ 150 ml ആണ് ഡെഡ് സ്പേസിൻ്റെ. അടുത്ത എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ആ ഒരു റെസ്പിറേറ്ററി മെംബ്രെയിൻ ആണ്. റെസ്പിറേറ്ററി മെംബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത് മുകളിൽ കാണിച്ചിരിക്കുന്ന ആൽവിയോളയുടെ ഒരു പോർഷൻ, ആൽവിയോളയുടെ ബേസ് പോർഷൻ ആണ് വരുന്നത്. താഴെ കാപ്പിലറീസും ബ്ലഡ് വെസൽസ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലെയർ നോക്കുക. ഏറ്റവും അകത്തായിട്ട് ആൽവിയോളർ പോർഷനകത്ത് വരുന്നത് ഏറ്റവും അകത്തായിട്ട് സർഫക്റ്റൻറ്റിൻ്റെ ഒരു ലെയർ കാണാൻ പറ്റും. അതിനുശേഷം ആൽവിയോളർ എപ്പിത്തീലിയൽ ലെയർ കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് ബേസ്മെന്റ് മെംബ്രെയിൻ. ഈ ബേസ്മെന്റ് മെംബ്രെയിൻ ആൽവിയോളയുടെ ബേസ്മെന്റ് മെംബ്രെയിൻ ആണ് ആ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അകത്തായിട്ട് ആൽവിയോളയിലുള്ള സർഫക്റ്റൻറ്റിൻ്റെ ഒരു ലെയർ, അതിൻ്റെ താഴെയായിട്ട് ആൽവിയോളർ എപ്പിത്തീലിയം, അതിൻ്റെ താഴെയായിട്ട് ആൽവിയോളയുടെ ബേസ്മെന്റ് മെംബ്രെയിൻ, പിന്നെ ഒരു ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്, ദെൻ അതിൻ്റെ അടിയിലായിട്ട് കാപ്പിലറീസിൻ്റെ ബേസ്മെന്റ് മെംബ്രെയിൻ, അത് എൻഡോത്തീലിയം ആണ് വരുന്നത്. ബേസ്മെന്റ് മെംബ്രെയിൻ ഓഫ് കാപ്പിലറി എൻഡോത്തീലിയം. അതിനുശേഷം കാപ്പിലറി എൻഡോത്തീലിയൽ സെൽസ്. ഇത്രയും കൂടി ചേർന്നതാണ് ഒരു റെസ്പിറേറ്ററി മെംബ്രെയിൻ. ഇവിടെയാണ് നമുക്ക് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ ലെയേഴ്സിൻ്റെ ഇടയിൽ കൂടിയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ആൽവിയോളർ പോർഷനിൽ മോണോമോളിക്കുലർ ലെയറും സർഫക്റ്റൻ്റ് ലെയർ ഏറ്റവും അകത്ത്,
അത് കഴിഞ്ഞിട്ട് ഒരു തിൻ ഫ്ലൂയിഡ് ലെയർ ദാറ്റ് ലൈൻസ് ആൽവിയോളി, അതിന്റെ താഴെയായിട്ട് ആൽവിയോളർ എപ്പിത്തീലിയൽ ലെയർ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബേസ്മെന്റ് മെംബ്രെയിൻ. ദെൻ അതിന്റെ ഇടയിൽ പിന്നെ ആൽവിയോളിയുടെയും കാപ്പിലറീസിന്റെ ഇടയിലായിട്ട് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അടുത്തത് കാപ്പിലറിയുടെ 2 ലെയറുകൾ, കാപ്പിലറീസിന്റെ ബേസ്മെന്റ് മെംബ്രെയിനും കാപ്പിലറിയുടെ എൻഡോത്തീലിയൽ സെൽസിന്റെ ഒരു ലെയർ. ഇത് ഇത്രയും കൂടെ ചേർന്നതാണ് ഒരു റെസ്പിറേറ്ററി മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഡിഫ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ഗ്രേഡിയൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നടക്കുന്നത്. പാർഷ്യൽ പ്രഷർ കൂടിയെടുക്കുന്ന കുറഞ്ഞെടുത്തോട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലോ ഉണ്ട്, ഫിക്സ് ലോ എന്ന് പറയും. ഫിക്സ് ലോ എന്ന് പറഞ്ഞാൽ ആ ഡിഫ്യൂസ് ചെയ്ത എമൗണ്ട്, അതിൽ ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻറ്റ്. പറഞ്ഞ പോലെ പ്രഷർ കൂടിയെടുത്തത് കുറഞ്ഞെടുത്തേക്ക് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സർഫസ് ഏരിയയ്ക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സർഫസ് ഏരിയ കൂടിയിരുന്നാൽ മാക്സിമം എക്സ്ചേഞ്ച് നടക്കും. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ്, ഈ ലെയറിന്റെ തിക്നെസ് കൂടിയിരുന്ന എന്തായിരിക്കും, ഈ ഗ്യാസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ്. അപ്പോൾ എമൗണ്ട് ഡിഫ്യൂസ്ഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഗ്രേഡിയന്റും സർഫസ് ഏരിയയും, ദെൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ്. അടുത്ത ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസിനകത്ത് നമുക്ക് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടും പഠിക്കാനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടും പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓക്സിജന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് സിമ്പിളി സൊല്യൂഷനായിട്ട്, പ്ലാസ്മയിൽ സിമ്പിൾ സൊല്യൂഷനായിട്ട് പോകാം, അല്ലെങ്കിൽ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് പോകാം. 97% ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്താണ് പോകുന്നത്. സിമ്പിൾ സൊല്യൂഷനായിട്ട് 3%, വളരെ നെഗ്ലിജിബിൾ ഒരു എമൗണ്ട് മാത്രമേ പോകുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ മസ്കുലാർ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ഓക്സിജൻ വേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു യൂസ് വരുന്നത്, ഈ സൊല്യൂഷനിൽ കൊണ്ടുപോകുന്ന ഓക്സിജൻ്റെ ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ഡിസോൾഡ് ഫോമിൽ ഒരു 0.3 ml 100 ml ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 0.3 ml ഓക്സിജൻ ആയിരിക്കും പ്ലാസ്മയിൽ ഡിസോൾഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ പെർസെൻറ്റേജ് പറയുമ്പോൾ 3% ഓഫ് ടോട്ടൽ ഓക്സിജൻ ഇൻ ബ്ലഡ്. അപ്പോൾ ഓക്സിജന് പുവർ സോളിബിലിറ്റി ആണ് പ്ലാസ്മയിൽ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റാത്തത്. ഇതിൻ്റെ ഒരു ആവശ്യം നമ്മൾ പറഞ്ഞ പോലെ എക്സസൈസിൻ്റെ ഒക്കെ സമയത്ത് അഡീഷണൽ ആയിട്ട് ഓക്സിജൻ ആവശ്യമായിട്ട് വരുമ്പോഴാണ് ഈ സിമ്പിൾ സൊല്യൂഷനായിട്ട് വെച്ചിരിക്കുന്ന ഓക്സിജന് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിങ് രീതിയാണ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട്. ഇപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് ഓക്സിജനേഷൻ എന്നായിരിക്കും പറയുന്നത്. ഓക്സിജനേഷൻ എന്ന് പറയുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് അല്ല അവിടെ വരുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓക്സിജനെ റിലീസ് ചെയ്ത് കിട്ടണം. ആ ഒരു പ്രോസസ്സിന് ഓക്സിജനേഷൻ എന്നാണ് പറയുന്നത്. കിട്ടിയ കോമ്പൗണ്ടിന് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഓക്സിജൻ പ്ലസ് ഹീമോഗ്ലോബിനെ നമ്മൾ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയും. 97% ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അതിനെ തൂക്കി നോക്കാമെന്ന് വിചാരിക്കുക. 1 ഗ്രാം ഹീമോഗ്ലോബിൻ എടുക്കുന്നു. 1 ഗ്രാം ഹീമോഗ്ലോബിൻ എടുക്കുമ്പം അതിന് ഒരു 1.34 ml ഓക്സിജന് ക്യാരി ചെയ്യാൻ പറ്റും. 1 ഗ്രാം ഹീമോഗ്ലോബിന് 1.34 ml പെർ ഗ്രാം ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റും. 1 ഗ്രാം ഹീമോഗ്ലോബിൻ 1.34 ml ഓക്സിജനെ ക്യാരി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലഡിൽ നോർമൽ ഹീമോഗ്ലോബിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ 12 to 15 റേഞ്ച് ആണ് പറയുന്നത്. അപ്പോൾ മാക്സിമം 15 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ മാക്സിമം അതായത് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവെന്ന് പറയുന്നത് 15 ഗ്രാം ആയിട്ട് നമ്മൾ എടുത്താൽ ബ്ലഡിൽ ക്യാരിയിങ് കപ്പാസിറ്റി എത്രയായിരിക്കും? 1.34 × 15 എന്ന് പറയുന്നത് 20, ഏകദേശം 20%. അപ്പോൾ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 1.34 ml ആണ് പെർ ഗ്രാം. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് 20 ml% ആണ്. ഇപ്പോൾ 2 വാല്യൂസ് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജന് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ 2 വാല്യൂസും ഹീമോഗ്ലോബിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി 1.34 ml ആണ്. തിരിച്ച് ബ്ലഡിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 ml% ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്.
ഇതുവരെ എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? പോകാമോ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിലോട്ട്? യെസ് ഡോക്ടർ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വിസിബിൾ ആണോ? പ്ലേ ചെയ്തിട്ടില്ല, ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. നമ്മൾ വാല്യൂസ് ഒന്നും എടുത്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല, വെറുതെ ഇപ്പോൾ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും വൈ ആക്സിസിൽ ഹീമോഗ്ലോബിൻ സാച്ചുറേഷനും കൂടെ എടുത്തിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത് ഒരു എസ് ഷേപ്ഡ് കർവാണ്. അതിന് നമ്മൾ സിഗ്മോയിഡ് കർവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എസ് ഷേപ്ഡ് കർവ് നമുക്കിങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഇനി നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനകത്ത് ജസ്റ്റ് ഒരു വാല്യൂ ഏതാണെന്നൊന്നുമില്ല, ഇവിടെ ഒരു വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു റൈറ്റ് ഷിഫ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ എവിടെ കിട്ടുമെന്ന് നോക്കാം. ഈ നമ്മൾ മാർക്ക് ചെയ്ത പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒറിജിനൽ കർവിനകത്ത് ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. ഈ ഒരു പോയിന്റിലാണ് ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ആ റൈറ്റ് ഷിഫ്റ്റ് പ്ലോട്ട് ചെയ്തല്ലോ, അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ കിട്ടുന്നത് അതിനേക്കാളും താഴ്ന്ന ഒരു വാല്യൂ ആയിരിക്കും. ഇപ്പോൾ അതിനേക്കാളും താണ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നമുക്ക് ഒരേ പോയിന്റിൽ തന്നെയാണ് റൈറ്റ് ഷിഫ്റ്റിൽ ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ കുറവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളൊരു ലെഫ്റ്റ് ഷിഫ്റ്റ് ഇതുപോലെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ സെയിം ആ പോയിന്റിൽ തന്നെ ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ എത്രയുണ്ടെന്ന് നോക്കാം. അപ്പം ഒറിജിനലിനേക്കാളും ശരിക്കുള്ള കർവിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ കൂടിയ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും വെച്ചിട്ട് ആലോചിച്ച് നോക്കുക. ഈ റൈറ്റ് ഷിഫ്റ്റ് നടന്ന സമയത്ത്, അതായത് റൈറ്റ് ഷിഫ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്തപ്പോൾ ഒറിജിനൽ ആ ഒരു സിഗ്മോയിഡ് കർവിനേക്കാളും ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ്റെ വാല്യൂ നമുക്ക് കുറവാണ് കിട്ടിയത്. ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ അവിടെ കുറവായിട്ടാണ് കാണിക്കുന്നത് റൈറ്റ് ഷിഫ്റ്റിൽ. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റിൽ ഹീമോഗ്ലോബിൻ്റെ സാച്ചുറേഷൻ കുറവാണ്. ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ കുറവാന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഹീമോഗ്ലോബിന് ഓക്സിജന് അതിനോടുള്ള അഫിനിറ്റി കുറവാണ്, ലോ അഫിനിറ്റി. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റിൽ ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ കുറവാണ്, ലോ അഫിനിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിനും ഓക്സിജനും ലോ അഫിനിറ്റി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അസോസിയേഷൻ ആയിരിക്കുമോ ഡിസോസിയേഷൻ ആയിരിക്കുമോ? കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ ആ ഒരു ലോ അഫിനിറ്റിയിൽ എന്തായിരിക്കും? ഡിസോസിയേഷൻ ആയിരിക്കുമോ അസോസിയേഷൻ ആയിരിക്കുമോ? ഡിസോസിയേഷൻ. അതെ, ഡിസോസിയേഷൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ റൈറ്റ് ഷിഫ്റ്റിൽ ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ കുറവായിരിക്കും, എന്താണ് ലോ അഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിസോസിയേഷൻ ആയിരിക്കും. റൈറ്റ് ഷിഫ്റ്റ് ഡിസോസിയേഷൻ. ഈ സെയിം നമ്മൾ ലെഫ്റ്റിന് ഓർക്കുക. ലെഫ്റ്റ് എന്തായിരിക്കും? അന്നേരം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മോർ അഫിനിറ്റി, ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ കൂടുതലാണ്, മോർ അഫിനിറ്റിയാണ് കാണിക്കുന്നത്. അവിടെ അസോസിയേഷൻ ആയിരിക്കും വരുന്നത്. ഷിഫ്റ്റ് ടു ലെഫ്റ്റിൽ അസോസിയേഷനും റൈറ്റിൽ ഡിസോസിയേഷനും ആയിരിക്കും കിട്ടുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടി നിൽക്കുമ്പോൾ അസോസിയേഷൻ ആയിരിക്കും ഡിസോസിയേഷൻ ആയിരിക്കും?
മോർ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടി നിന്നാൽ അവിടെ അസോസിയേഷൻ ആയിരിക്കും നടക്കുന്നത്. സെയിം ടൈം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണെങ്കിൽ അസോസിയേഷൻ ആയിരിക്കും ഡിസോസിയേഷൻ ആയിരിക്കും? ഡിസോസിയേഷൻ. അതെ, ഡിസോസിയേഷൻ ആയിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയുക എന്ന് വെച്ചാൽ അതിൽ പോയിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും അവിടെ. അപ്പോൾ ഡിസോസിയേഷൻ ആയിരിക്കും നടക്കുന്നത്. ഡിസോസിയേഷനിൽ ഷിഫ്റ്റ് എങ്ങോട്ടാണ്? റൈറ്റ് ആണ് ഷിഫ്റ്റ് വരുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുന്നു വിചാരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡിന് ഓക്സിജനേക്കാളും മോർ അഫിനിറ്റി ടുവേഴ്സ് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ വെറുതെ കമ്പൈൻഡ് ഫോമിലല്ല, ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ആദ്യം പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഹീമോഗ്ലോബിനോട് മോർ അഫിനിറ്റി ഉള്ളത് ആർക്കാണ്? കാർബൺ ഡൈ ഓക്സൈഡിനാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടിയിരുന്നാൽ അതായിരിക്കും പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ അവിടെ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് മാറും, കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോഴും ഡിസോസിയേഷൻ ആണ് നടക്കുന്നത്. ഷിഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ ഈ ഒരു ഇതിനെ ബോർ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി നിന്നാൽ അവിടെ ഓക്സിജൻ ഡിസോസിയേഷൻ ഉണ്ടാകും, ആ ഷിഫ്റ്റ് ടു റൈറ്റ് ഉണ്ടാകും എന്നുള്ള അതിനെ ബോർ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ റൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന വേറെ 3 പേരും കൂടെ ഉണ്ട്. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, അതായത് അസിഡിറ്റി ഡിസോസിയേഷൻ ആണ് ഫേവർ ചെയ്യുന്നത്. ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത്, അതുപോലെ ടെമ്പറേച്ചർ കൂടുന്നത്, പിന്നെ എക്സസ് ഓഫ് 2,3-DPG. ഈ 2,3-DPG എന്താണെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിനോട് പോയിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിനോട് പോയിട്ട് കമ്പൈൻ ചെയ്യാൻ ടെൻഡൻസി കൂടിയ ആളാണ് 2,3-DPG. അപ്പോൾ അത് അവിടെ ഉണ്ടെങ്കിൽ ഓക്സിജനെ തള്ളി മാറ്റിയിട്ട് ഈ 2,3-DPG കയറിയിരിക്കും. അപ്പോൾ അവിടെയും ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്ത് മാറാണ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ഷിഫ്റ്റ് ടു റൈറ്റ് വരുന്ന കണ്ടീഷൻസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയുന്നത്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുന്നത്, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കൂടുന്നത്, ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്, ആൻഡ് 2,3-DPG കൂടുന്നത്. ഈ ഷിഫ്റ്റ് ടു റൈറ്റ് ഡിസോസിയേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡിസോസിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഇനി ഷിഫ്റ്റ് ടു ലെഫ്റ്റ് എന്താണ്? അസോസിയേഷൻ ആണ്. അത് മാക്സിമം അവർ തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കാൻ നോക്കുന്നതാണ് ലെഫ്റ്റിലേക്കുള്ള ഷിഫ്റ്റ് കാണിക്കുന്നത്. ഇപ്പോൾ ഫീറ്റൽ ബ്ലഡിന് നമ്മൾ അഡൽട്ടിൻ്റെ ബ്ലഡിനെക്കാട്ടിലും ഓക്സിജനോട് അഫിനിറ്റി കൂടുതലാണ്. അപ്പോൾ അവിടെയും മാക്സിമം അസോസിയേഷൻ ആണ് വരുന്നത്. ഇപ്പോൾ ഫീറ്റൽ ബ്ലഡ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അസിഡിറ്റി ഡിസോസിയേഷൻ ഫേവർ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ആൽക്കലിനിറ്റി ആണെങ്കിൽ അസോസിയേഷൻ ആണ് ഫേവർ ചെയ്യുന്നത്. ആൽക്കലൈൻ മീഡിയം വരുമ്പോൾ അവിടെ മാക്സിമം ഹീമോഗ്ലോബിൻ ഓക്സിജൻ അസോസിയേഷൻ ഉണ്ടാവും. നമ്മുടെ ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കും. ബോർ എഫക്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ഒരു പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ ഓക്സിജൻ ഡിസോസിയേഷൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ കർവ്? അപ്പൊ ഡോക്ടറെ നമുക്ക് എപ്പോഴും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണ് നല്ലത് അല്ലേ? അതെ അതെ, അസോസിയേഷൻ വരുന്നത്. ഇത് മാക്സിമം നമുക്ക് ഓക്സിജനെ എടുത്തുകൊണ്ട് പോകണം. അപ്പം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന കർവാണ് കുറച്ചുകൂടി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. കർവ് ക്ലിയർ ആണോ? യെസ് ഡോക്ടർ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടിലേക്ക് പോകാം. അപ്പോൾ ഓക്സിജന്റെ അതിനകത്ത് നമ്മൾ 2 ഫോമാണ് പറഞ്ഞത്. ഒന്ന് സിംപ്ലി പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്താണ് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് അങ്ങനെയും പോകാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടിൽ മെജോറിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് ആയിട്ടാണ് പോകുന്നത്.
ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരു 30% കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിനെ കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ല, അത് ശ്രദ്ധിക്കണം. കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. ആ ഫോമിൽ ഒരു 30% ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസോൾഡ് സ്റ്റേറ്റിൽ ഇവിടെയും പോകുന്നുണ്ട് ഒരു 7%. കാർബോണിക് ആസിഡായിട്ട് വളരെ നെഗ്ലിജിബിൾ എമൗണ്ട്. ഇപ്പോൾ കാർബോണിക് ആസിഡ് ഭയങ്കര അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ബൈകാർബണേറ്റ് ആയിട്ട് മാറും. അപ്പോൾ കാർബോണിക് ആസിഡ് വളരെ ചെറിയ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെജോറിറ്റി ബൈകാർബണേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഡിസോൾഡ് ഫോമിൽ പോകുന്നത് 3 ml മാത്രമേ ഉള്ളൂ. 3 ml per 100 ml ഓഫ് ബ്ലഡ്. അത്ര മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾഡ് ഫോമിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കാർബോണിക് ആസിഡ് നമ്മൾ പറഞ്ഞു വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. മേജർ പോർഷനും കൊണ്ടുപോകുന്നത് ബൈകാർബണേറ്റ് ആയിട്ടാണ്. ഏകദേശം ഒരു 63% ബൈകാർബണേറ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ അതിലൊരു 30% ഇതുപോലെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് കൊണ്ടുപോകും. ഇനി ഒരു ഹാൽഡെയ്ൻ എഫക്റ്റ് ഉണ്ട്. ഹാൽഡെയ്ൻ എഫക്റ്റ് എന്ന് വെച്ചാൽ ഇസ് ദ എഫക്റ്റ് ബൈ വിച്ച് കോമ്പിനേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഡിസ്പ്ലേസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ഹീമോഗ്ലോബിൻ. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഹീമോഗ്ലോബിനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കളയും. അപ്പോൾ ശരിക്കും ആ ഒരു എഫക്റ്റ് ആണ് ഈ ഇതിൻ്റെ ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ എക്സ്ചേഞ്ചിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാൽഡെയ്ൻ എഫക്റ്റ് എന്ന് വെച്ചാൽ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്പ്ലേസ് ചെയ്ത് കളയും. അതാണ് ഹാൽഡെയ്ൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹാൽഡെയ്ൻ എഫക്റ്റ് കൊണ്ടാണ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്ന് ആൽവിയോളയിലോട്ട് പോവില്ലേ. അപ്പോൾ ഈ ഹാൽഡെയ്ൻ എഫക്റ്റ് കാരണമാണ് ബ്ലഡിൽ നിന്ന് ആൽവിയോളയിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് എൻഡോക്രൈനോളജിയും കൂടെ നോക്കാമേ. ഇപ്പം എൻഡോക്രൈനോളജിയിൽ നമുക്ക് മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനകത്ത് പിറ്റ്യൂട്ടറി, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്സ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വരുന്നത്. ഇതല്ലാതെ പിന്നെ കുറച്ച് അല്ലാതെ ഓർഗൻസ് സെക്രീറ്റ് ചെയ്യുന്ന, ഇപ്പം തൈമസിന്ന് തൈമോസിൻ, കിഡ്നിന്ന് എറിത്രോപോയിറ്റിൻ, ത്രോംബോപോയിറ്റിൻ, റെനിൻ, അങ്ങനെയുള്ള ഹോർമോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഹാർട്ടിൽ നിന്നാണെങ്കിൽ ഏട്രിയൽ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്, ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്, സി ടൈപ്പ് നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഹാർട്ടിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്ലാസൻ്റ സെക്രീറ്റ് ചെയ്യുന്ന HCG, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ പോലത്തെ ഹോർമോൺസ്, അങ്ങനെ കുറച്ച് ഓർഗൻസും ഇതുപോലെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കൽ ഹോർമോൺസ് നമ്മൾ ഇന്നലെ GAT പറയുമ്പോൾ പറഞ്ഞ സെററ്റോണിൻ, കോൾസിസ്റ്റോകൈനിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഇങ്ങനെ കുറച്ച് ലോക്കൽ ഹോർമോൺസും വരുന്നുണ്ട്. ഇത് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സെക്രീഷനായിട്ട് നോക്കാം. അപ്പോൾ ഇവരുടെ എല്ലാം അൾട്ടിമേറ്റ് കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഹൈപ്പോതലാമസിൻ്റെ കയ്യിലാണ് അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ളത്. അപ്പോൾ ഹൈപ്പോതലാമസ് ഇവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് ഹൈപ്പോതലാമസിൻ്റെ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതാണ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് പെപ്റ്റൈഡ്, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ, തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ, കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്ററി ഹോർമോൺ, പിന്നെ ADHും ഓക്സിറ്റോസിനും. ഇത്രയാണ് ഹൈപ്പോതലാമസിൻ്റെ ഹോർമോൺസ് ആയിട്ട് വരുന്നത്. ഇനി ഹൈപ്പോതലാമസിൻ്റെ ഈ ഹോർമോൺസ് എങ്ങോട്ടാണ് വരുന്നത്? പിറ്റ്യൂട്ടറിയിലേക്കായിരിക്കും വരുന്നത്. പിറ്റ്യൂട്ടറിക്ക് നമുക്ക് 2 പോർഷൻസ് ആണുള്ളത്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേര് അഡിനോ ഹൈപ്പോഫൈസിസ്, ദെൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ വേറൊരു പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. നെർവസ് കൺട്രോൾ ആണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അഡിനോ, A4A എന്ന് ഓർത്തിരിക്കുക. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറീസ് അഡിനോ ഹൈപ്പോഫൈസിസ്.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ കാര്യങ്ങൾ നോക്കാം. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്കകത്ത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ADH, ഓക്സിറ്റോസിൻ, ഇതിനെ രണ്ടിനെയും ഹൈപ്പോതലാമോ ഹൈപ്പോഫൈസിൽ ട്രാക്ട് വഴി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കും. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഇതിനെ രണ്ടിനെയും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും, ആവശ്യമുള്ള സമയത്ത് റിലീസ് ചെയ്യും. ഇപ്പോൾ ADH ഹൈപ്പോതലാമസിൽ സെക്രീറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ് സുപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയസ് എന്ന് പറയും. ഓക്സിറ്റോസിൻ ആണെങ്കിൽ പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവർ രണ്ടുപേരെയും സെക്രീറ്റ് ചെയ്യുന്നത്. അത് ഹൈപ്പോതലാമസിൽ സെക്രീറ്റ് ചെയ്തതിന് ശേഷം ഹൈപ്പോതലാമോ ഹൈപ്പോഫൈസിയൽ ട്രാക്ട് വഴി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആവശ്യമുള്ള സമയത്ത് റിലീസ് ചെയ്യും. ADHന്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ടർ റിട്ടൻഷൻ ആണ് ADHന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്ത് നമ്മൾ ഇന്നലെ റീനൽ സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. DCT, ഡിസ്റ്റൽ കൺവൾറ്റീവ് ട്യൂബ്യൂളും കളക്റ്റിംഗ് ഡക്റ്റും ഇൻ പ്രസൻസ് ഓഫ് ADHന്റെ പ്രസൻസിൽ പെർമിയബിൾ ടു വാട്ടർ ആവും. അപ്പോൾ അവിടെ ഫാക്കൽറ്റേറ്റീവ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, മാക്സിമം വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ. ബാക്കി എല്ലായിടത്തും റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് റീനൽ ട്യൂബ്യൂൾസിനകത്ത്. ഈ രണ്ടിടത്തു നിന്നും DCTന്നും കളക്റ്റിംഗ് ഡക്റ്റിന്നും ADHന്റെ പ്രസൻസിൽ മാത്രമേ അവർ പെർമിയബിൾ ആവുള്ളൂ. അപ്പോൾ ADH അവിടുന്ന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്ത് മാറ്റും. ഇനി ഓക്സിറ്റോസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിൽക്ക് ഇജക്ഷനും യൂട്രൈൻ കോൺട്രാക്ഷനുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ്. ഈ ADHന്റെ ഡെഫിഷ്യൻസി നമുക്കറിയാം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. അതായത് ഡയൂറസിസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് ADH. ഡയൂറസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആളാണ് ADH. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അവിടെ ഡയൂറസിസ് ആയിരിക്കും വരുന്നത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് വിചാരിക്കാം. ADHന്റെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് നമ്മൾ സിയാദ് എന്ന് പറയും. സിൻഡ്രോം ഇൻഅപ്രോപ്രിയേറ്റ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് ADH, സിയാദ്. അപ്പോൾ അതിൻ്റെ കോസസ് വരുന്നത് ട്യൂമേഴ്സ് ആണ്. സെറിബ്രൽ ട്യൂമർ, ലങ് ട്യൂമർ ഒക്കെ. ഈ ട്യൂമർ സെൽസ് ADHനെ സെക്രീറ്റ് ചെയ്യും. അത് കാരണം ADHന്റെ അളവ് ശരീരത്തിൽ കൂടും. അപ്പോൾ ആ കണ്ടീഷനെയാണ് നമ്മൾ സിയാദ് എന്ന് പറയുന്നത്. സിൻഡ്രോം ഇൻഅപ്രോപ്രിയേറ്റ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് ADH. ഇപ്പോൾ ADH ഓവറായിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ഓവറായിട്ടുണ്ടാകും. സോഡിയം നമുക്ക് യൂറിനിൽ കൂടെ എക്സസ് ആയിട്ട് ലോസ്റ്റ് ആയി പോകും. അതായത് ഹീമോഡൈല്യൂഷൻ ഉള്ളിൽ നടക്കും. ഹീമോഡൈല്യൂഷൻ നടക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഈ അയോൺസിനെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ എക്സസ് ലോസ് ഓഫ് സോഡിയം ത്രൂ അയോൺ ആണ് സിയാദിൻ്റെ ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഇത്രയാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ADHന്റെ ഓക്സിറ്റോസിൻ്റെ സ്റ്റോറേജ് ആണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വരുന്നത്. ADHന്റെ ഡെഫിഷ്യൻസി ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഹൈപ്പർ ആക്ടിവിറ്റി സിയാദ്, സിൻഡ്രോം ഇൻഅപ്രോപ്രിയേറ്റ് ഹൈപ്പർ സെക്രീഷൻ ADH. നമുക്ക് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വരാം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് പെപ്റ്റൈഡ് ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കൺട്രോൾ ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺ, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ വേറൊരു പേരെന്ന് പറയുന്നത് സൊമാറ്റോട്രോപിക് ഹോർമോൺ, STH എന്നും പറയും. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് പെപ്റ്റൈഡ്. ഈ പെപ്റ്റൈഡ് രണ്ടുപേരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് റിലീസിങ് ഹോർമോണിനെയും ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗ്രോത്ത് ഹോർമോണിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് റിലീസിങ് പെപ്റ്റൈഡ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഫംഗ്ഷനൊക്കെ നമുക്കറിയാം, എല്ലാം ഇൻക്രീസ് ചെയ്യാതെ. ഇപ്പം മെറ്റബോളിസം ആയാലും ഹാർട്ട് റേറ്റും അങ്ങനെ എല്ലാ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇതും ഇൻക്രീസ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. ഈ ഗ്രോത്ത് ഹോർമോണിന്റെ ഹൈപ്പർ ആക്ഷനും ഹൈപ്പോ ആക്ഷനും കാരണം നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഹൈപ്പർ ആക്ഷൻ കാരണം നമുക്കുണ്ടാകുന്നത് ജൈജാൻറ്റിസം, അക്രോമെഗാലി ആൻഡ് കുഷിംഗ് ഡിസീസ്. ഇത് മൂന്നുമാണ് വരുന്നത്. ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ എപ്പിഫേസിയൽ ഫ്യൂഷന് മുന്നേ, അതായത് കുട്ടികൾക്ക് വരുന്നതാണ് ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡിൽ ബിഫോർ എപ്പിഫൈസിയൽ ഫ്യൂഷൻ ആണ് ജൈജാൻറ്റിസം ഉണ്ടാകുന്നത്. ആഫ്റ്റർ എപ്പിഫൈസിയൽ ഫ്യൂഷൻ ആണെങ്കിൽ അതിന് അക്രോമെഗാലി എന്ന് പറയും. അത് വലിയ ആളുകൾക്ക് വരുന്നതാണ് അക്രോമെഗാലി. ഒരു മിനിറ്റ്
സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പൊ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്രോത്ത് ഹോർമോണിന്റെ ഹൈപ്പർ സെക്രീഷൻ കാരണം 3 കണ്ടീഷൻസ്: ജൈജാൻഡിസം, അക്രോമെഗാലി ആൻഡ് കുഷിങ്സ് ഡിസീസ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. ഓക്കെ. അപ്പോൾ ജൈജാൻഡിസം ചൈൽഡ്ഹുഡിലാണ്. ബിഫോർ എപ്പിഫൈസിയൽ ഫ്യൂഷൻ ആണ് ജൈജാൻഡിസം ഉണ്ടാകുന്നത്. അക്രോമെഗാലി ആണെങ്കിൽ ആഫ്റ്റർ എപ്പിഫൈസിയൽ ഫ്യൂഷൻ ആണ് വരുന്നത്. അപ്പം അക്രോമെഗാലിക്കകത്താണ് നമ്മൾ ഗൊറില്ല ഫേസ്, ബുൾഡോഗ് സ്കാൽപ്പ് അങ്ങനെയൊക്കെയുള്ള ഫൈൻഡിങ്സ് പറയുന്നത്. പിന്നെ കുഷിങ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ബേസോഫിലിക് അഡിനോമ, പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് വരുന്നത്, ആൻറ്റിയുടെ പിറ്റ്യൂട്ടറിയുടെ ട്യൂമേഴ്സ് വരുന്ന സമയത്ത് എക്സസ് ആയിട്ട് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് കുഷിങ് ഡിസീസ് എന്ന് പറയുന്നത്. കുഷിങ് സിൻഡ്രോം നമുക്ക് കിട്ടുന്നത് അഡ്രിനൽസിൻ്റെ കോസ് കാരണം എക്സസ് സെക്രീഷൻ ഉണ്ടാകുമ്പോഴാണ് കുഷിങ് സിൻഡ്രോം കിട്ടുന്നത്. ഇപ്പോൾ കുഷിങ് ഡിസീസ് ആണെങ്കിൽ ഈ പിറ്റ്യൂട്ടറി കോസാണ്. പിറ്റ്യൂട്ടറി ട്യൂമർ വന്നിട്ട് എക്സസ് സെക്രീഷൻ ഉണ്ടാകുന്നതാണ് കുഷിങ് ഡിസീസ്. ഇത് മൂന്നുമാണ് ഗ്രോത്ത് ഹോർമോണിന്റെ ഹൈപ്പർ സെക്രീഷൻ കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻസ്: ജൈജാൻഡിസം, അക്രോമെഗാലി ആൻഡ് കുഷിങ് ഡിസീസ്. ഇനി ഹൈപ്പോ സെക്രീഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഡാർഫിസം, അക്രോമിക്രിയ ആൻഡ് സിമ്മൺസ് ഡിസീസ്. ഇപ്പോൾ ഡാർഫിസം കുട്ടികളിലാണ് വരുന്നത്, അക്രോമെക്രിയ ഇൻ അഡൽറ്റിൽ. ഗ്രോത്ത് ഹോർമോൺ കുറയുന്നത് കാരണം വളർച്ച കുറയുന്ന കണ്ടീഷൻസ് ആണ് ഡാർഫിസും അക്രോമെക്രിയും. ഇനി ഒരു ഫ്രോളിച്ച് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനുണ്ട്. ഫ്രോളിച്ച് സിൻഡ്രോം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഹൈപ്പോ ആക്ടിവിറ്റി, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും ഹൈപ്പോ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്നതാണ് ഫ്രോളിച്ച് സിൻഡ്രോം. അതിൻ്റെ വേറൊരു പേരാണ് ഡിസ്ട്രോഫിയ അഡിപ്പോസ് ജെനൈറ്റാലിസ് എന്ന് പറയുന്നത്. ഫ്രോളിച്ച് സിൻഡ്രോം തന്നെയാണ് ഡിസ്ട്രോഫിയ അഡിപ്പോസ് ജെനൈറ്റാലിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അവിടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും ഹൈപ്പോ ആക്ഷൻ ആണ് വരുന്നത്. ഇനി ഹൈപ്പോ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന വേറൊരു കണ്ടീഷൻ സിമ്മൺ ഡിസീസ് ആണ്. സിമ്മൺ ഡിസീസ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി കാച്ചെക്സി എന്ന് പറയും. അതായത് പാൻ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ഉണ്ടാവും. പിറ്റ്യൂട്ടറിയുടെ എല്ലാ ഹോർമോൺസും കുറയുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഡാർഫിസം വരുന്നതാണ് ഈ സിമ്മൺ ഡിസീസ് എന്ന് പറയുന്നത്. പാൻ ഹൈപ്പോ പിറ്റ്യൂട്ടറിസത്തിൽ എല്ലാ സെക്രീഷൻസ്, പിറ്റ്യൂട്ടറിയുടെ എല്ലാ സെക്രീഷൻസ് കുറയുന്ന ഒരു കണ്ടീഷനാണ് പാൻ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് ഗ്രോത്ത് ഹോർമോണും കുറഞ്ഞ് ഡാർഫിസം ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ സിമ്മൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഗ്രോത്ത് ഹോർമോണിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഹൈപ്പോ സെക്രീഷനും ഹൈപ്പർ സെക്രീഷനും ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ്. ഹൈപ്പർ സെക്രീഷനകത്ത് ജൈജാൻഡിസവും അക്രോമെഗാലിയും കുഷിങ് ഡിസീസും, ഹൈപ്പോ സെക്രീഷൻ കാരണം ഡ്വാർഫിസം, അക്രോമിക്രിയ, സിമ്മൺ ഡിസീസ്. ഫ്രോളിച്ച് സിൻഡ്രോം ആണെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും ഹൈപ്പോ ആക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഈ ഫ്രോളിച്ച് സിൻഡ്രോം എന്ന് പറയുന്നത്. അവിടെ പാൻ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ആണ് വരുന്നത്. ഈ ഫ്രോളിച്ച് സിൻഡ്രോമിനകത്ത് പാൻ ഹൈപ്പോ പിറ്റ്യൂട്ടറിസത്തിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ഹൈപ്പോതലാമിക് ഇഞ്ചുറി, ഹൈപ്പോതലാമസിന് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഇതിൻ്റെ കൺട്രോൾ കൊടുക്കാത്തത് കാരണം, അതായത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല, ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഹൈപ്പോതലാമസിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നാൽ എന്താണ്, കംപ്ലീറ്റ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും പോവും, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പോവും, റിലേറ്റ് ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെയും സെക്രീഷൻസ് കുറയും. അപ്പോൾ അങ്ങനെ പിറ്റ്യൂട്ടറിയുടെ എല്ലാ സെക്രീഷൻസും ഹൈപ്പോതലാമിക് ഇഞ്ചുറി കാരണം കുറയുന്ന കണ്ടീഷൻ പാൻ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഹൈപ്പോതലാമിക് കോസ് കാരണം ഉണ്ടാകുന്ന പാൻ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രോളിച്ച് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഗ്രോത്ത് ഹോർമോണിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ഈ സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ നമ്മൾ ഹൈപ്പോതലാമസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പാൻക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ഡെൽറ്റ സെൽസും ഈ സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റോസ്റ്റാറ്റിന് പറയുന്ന പോലെ തന്നെ ഇൻഹിബിറ്ററി എഫക്റ്റ് ആണ് ഗ്രോത്ത് ഹോർമോണിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു ഇൻഹിബിറ്ററി എഫക്റ്റിന്
നമ്മൾ ഷോർട്ട് ലൂപ്പ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഈ സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ അല്ലെങ്കിൽ ഇൻഹിബിറ്ററി ഹോർമോൺ കൊടുക്കുന്ന ഒരു ഇൻഹിബിറ്ററി എഫക്റ്റിന് ഷോർട്ട് ലൂപ്പ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഷോർട്ട് ലൂപ്പ് ഫീഡ്ബാക്ക്, അതായത് ഹൈപ്പോതലാമസിൻ്റെ സ്റ്റിമുലേഷൻ വഴി ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. ആൻറ്റിന പിറ്റ്യൂട്ടറി അത് ആക്ടിവേറ്റ് ചെയ്തിട്ട്, ഹൈപ്പോതലാമസിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ വരുന്നു. അവർ ആൻറ്റിന പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തിട്ട് ഗ്രോത്ത് ഹോർമോണിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആയിട്ട് വരുമ്പോഴത്തേക്കും അത് ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ലിവറിൽ നിന്ന് സൊമാറ്റോമെഡിനെ സെക്രീറ്റ് ചെയ്യും. ഈ സൊമാറ്റോമെഡിനാണ് എന്ത് കൊടുക്കുന്നത്? സൊമാറ്റോമെഡിനാണ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യണം എന്നുള്ള സിഗ്നൽ ഹൈപ്പോതലാമസിന് കൊടുക്കുന്നത്. അങ്ങനെ സൊമാറ്റോമെഡിൻ ഇൻഹിബിറ്ററി ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ അത് പോയിട്ട് ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾ ഏറ്റവും അങ്ങറ്റത്ത് വരുന്ന ഹൈപ്പോതലാമസിൽ നിന്ന് തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ വരുന്നു. ഈ റിലീസിങ് ഹോർമോൺ വന്നിട്ട് ആൻറ്റിന പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യും. ആൻറ്റിന പിറ്റ്യൂട്ടറിയിൽ നിന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വരും. ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വന്നിട്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? T3 അല്ലെങ്കിൽ നമ്മൾ ട്രൈ അയഡോ തൈറോയിഡ് എന്ന് പറയും. T4 അല്ലെങ്കിൽ ടെട്രാ അയഡോ തൈറോയിഡ് എന്ന് പറയും. T4ന്റെ വേറെ പേരാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതൊരു ഹോർമോണും കൂടിയുണ്ട്, കാൽസിട്രോണിൻ. ഇത്രയാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോൺസ്. ഇനി ഇതിൻ്റെ ഹൈപ്പോ സെക്രീഷനും ഹൈപ്പർ സെക്രീഷനും നോക്കാം. ഹൈപ്പർ സെക്രീഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഗ്രേവ്സ് ഡിസീസും തൈറോയിഡ് അഡിനോമയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈപ്പർ സെക്രീഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻസ്. അതിൽ ഗ്രേവ്സ് ഡിസീസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അവിടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഓട്ടോ ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആയിരിക്കും ഈ ഗ്രേവ്സ് ഡിസീസിൽ. പിന്നെ ഗ്രേവ്സ് ഡിസീസിലാണ് നമ്മൾ എക്സോഫ്താൽമോസ് കാണുന്നത്. ഹൈപ്പർ തൈറോയിഡിസം, അതിൽ തന്നെ ഗ്രേവ്സ് ഡിസീസിലാണ് ഈ എക്സോഫ്താൽമോസ് കാണുന്നത്. പിന്നീട് എക്സസ് ആയിട്ട് സെക്രീഷൻ ഉണ്ടാകുന്ന കണ്ടീഷനാണ് തൈറോയിഡ് അഡിനോമ. ഇനി ഹൈപ്പോസെക്രീഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ് മിക്സെഡിമയും ക്രെട്ടനിസം. മിക്സെഡിമ അഡൽട്ടിലും ക്രെട്ടനിസം പിള്ളേരിൽ ചൈൽഡിലും ആയിരിക്കും കാണുന്നത്. ഹൈപ്പോസെക്രീഷൻസിന്റെ രണ്ട് കണ്ടീഷൻസ് ആണ് മിക്സെഡിമയും ക്രെട്ടനിസം. ഈ മിക്സെഡിമ ഉണ്ടാകുന്ന മോസ്റ്റ് കോമൺ കോസ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അഗെയിൻ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. അതിനകത്ത് മിക്സെഡിമ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഈ മിക്സെഡിമ നോൺ പിറ്റിംഗ് എഡിമയാണ്. മിക്സെഡിമ ഇൻ അഡൽട്ട്. ഗ്രേവ്സ് ഡിസീസ് അല്ല, മിക്സെഡിമയുടെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പോൾ മിക്സെഡിമ ഒരു നോൺ പിറ്റിംഗ് എഡിമയാണ്. അഡൽട്ടിലാണ് ഇത് കാണുന്നത്. ഇനി അടുത്ത കുട്ടികളിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ക്രെട്ടനിസം. ക്രെട്ടനിസം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ കൺജനൈറ്റൽ ആബ്സെൻസ് ആണ്. ഒന്നുകിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് കൺജനൈറ്റലായിട്ട് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അയോഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ക്രെട്ടനിസം ഉണ്ടാകും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ക്രെട്ടനിസം ഉണ്ടാകുന്നത്. ക്രെട്ടനിസത്തിൽ വളർച്ചക്കുറവ് തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ പിറ്റ്യൂട്ടറി ഡാർട്ടും ക്രെട്ടനിസവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ക്രെട്ടനിസത്തിൽ കുട്ടികൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടായിരിക്കും. മെൻ്റൽ റിട്ടാർഡേഷനും അതുപോലെ തന്നെ ഈ വളർച്ചക്കുറവ് കാണിക്കുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും. ഡാർപ്പസത്തിൽ ഇപ്പോൾ കൈക്ക് രണ്ടിലും ഒരുപോലെ നീളക്കുറവായിരിക്കും, അല്ലെ കാലിന് രണ്ടിലും ഒരുപോലെ നീളക്കുറവായിരിക്കും. പക്ഷെ ക്രെട്ടനിസത്തിന് അങ്ങനെയല്ല, ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ആ ഒരു വളർച്ചക്കുറവ് കാണിക്കുന്നത്. ഇപ്പോൾ ഹൈപ്പോസെക്രീഷൻ വരുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് മിക്സെഡിമയും ക്രെട്ടനിസം. പിന്നെ ഗോയിറ്ററിനകത്ത് ഹൈപ്പോ സെക്രീഷനും വരാം, ഹൈപ്പർ സെക്രീഷനും വരാം. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് ആണ് ഈ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഹൈപ്പോ സെക്രീഷൻ ആണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമ്മൾ ടോക്സിക് ഗോയിറ്റർ എന്ന് പറയും. ഹൈപ്പർ സെക്രീഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ ആണെങ്കിൽ അതിന് നമ്മൾ ടോക്സിക് ഗോയിറ്റർ എന്ന് പറയും. ഹൈപ്പോ സെക്രീഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമ്മൾ നോൺ ടോക്സിക് ഗോയിറ്റർ എന്ന് പറയും. അപ്പോൾ ഗോയിറ്ററിൻ്റെ കൂടെ തൈറോയ്ഡ് ഹോർമോൺസ് എക്സസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടോക്സിക് ഗോയിറ്റർ എന്ന് പറയും. തൈറോയ്ഡ് ഹോർമോൺസ് കുറവാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ നോൺ ടോക്സിക് ഗോയിറ്റർ എന്ന് പറയും. ഇത്രയാണ് തൈറോയിഡിൻ്റെ
ഇമ്പോർട്ടൻ്റ് തൈറോയ്ഡ് ഹോർമോൺസ്, അതായത് നമ്മൾ T3 T4നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡിന് ഒരു ഹോർമോണും കൂടിയുണ്ട്, കാൽസിറ്റോണിൻ. കാൽസിറ്റോണിനെ സെക്രേറ്റ് ചെയ്യുന്നത് തൈറോയ്ഡ് ഫോളിക്കിൾസിലുള്ള പാരാഫോളിക്കുലാർ സെൽസ് അല്ലെങ്കിൽ ക്ലാര സെൽസ്. ഇതാണ് കാൽസിറ്റോണിനെ സെക്രേറ്റ് ചെയ്യുന്നത്. കാൽസിറ്റോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാൽസ്യം ലെവലിനെ കുറയ്ക്കുക, ബ്ലഡിൽ കാൽസ്യം ലെവലിനെ കുറയ്ക്കുക, ഫോസ്ഫേറ്റ് ലെവലിനെ കുറയ്ക്കുക. ഇത് രണ്ടും കുറച്ച് നിർത്തുന്ന ആളാണ് കാൽസിറ്റോൺ എന്ന് പറയുന്നത്. നമുക്ക് പാരാതെർമോൺ പറയുമ്പോൾ കാൽസിറ്റോണിനെ ഒന്നും കൂടെ പറയാം. ഇനി അടുത്ത പിറ്റ്യൂട്ടറി ഹോർമോണാണ് ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അപ്പോൾ അതിൻ്റെ കൺട്രോൾ വരുന്ന ഹൈപ്പോതലാമസ് എന്നുള്ള കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോണാണ് കൺട്രോൾ വരുന്നത്. അപ്പോൾ അത് ACTH ആൻറ്റി പിറ്റ്യൂട്ടറി ഇത് സെക്രേറ്റ് ചെയ്യിപ്പിക്കും. ACTH പോയിട്ട് അഡ്രിനൽ കോർട്ടെക്സിൽ, അഡ്രിനലിന് കോർട്ടെക്സ് ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡിൽ കോർട്ടെക്സ് ഉണ്ട്, മെഡുല ഉണ്ട്. അതിൽ കോർട്ടെക്സിലാണ് ആക്ഷൻ വരുന്നത്. ACTH അഡ്രിനൽ കോർട്ടെക്സിൽ ആക്ട് ചെയ്തിട്ട്, അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിന് തന്നെ വീണ്ടും 3 ലെയർ ഉണ്ട് കോർട്ടെക്സിന്. ഇപ്പോൾ ഏറ്റവും പുറമേ ആയിട്ട് സോണ ഗ്ലോമറുലോസ, നടുക്ക് സോണ വെസിക്കുലേറ്റ, ഏറ്റവും ഇന്നറിൽ സോണ റെറ്റിക്കുലാരിസ്. ഇങ്ങനെ 3 ലെയർ അഡ്രിനൽ കോർട്ടെക്സിന് വീണ്ടും ഉണ്ട്. അതിൽ ഗ്ലോമറുലോസയിൽ നിന്നാണ് മിനറലോ കോർട്ടിക്കോയിഡ്. ഗ്ലോമറുലോസ മിനറലോ കോർട്ടിക്കോയിഡ്, എന്ന് ഓർത്താൽ മതി. മിനറലോ കോർട്ടിക്കോയിഡ് ഗ്ലോമറുലോസ. ദെൻ വെസിക്കുലേറ്റയിൽ നിന്നാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. റെറ്റിക്കുലാരിസിൽ നിന്ന് വരുന്നത് സെക്സ് ഹോർമോൺസ്. അപ്പം അഡ്രിനൽ കോർട്ടെക്സിന് വീണ്ടും 3 ലെയറുകളുണ്ട്, ഗ്ലോമറുലോസ, വെസിക്കുലേറ്റ, റെറ്റിക്കുലാരിസ്. ഗ്ലോമറുലോസയിൽ നിന്ന് മിനറലോ കോർട്ടിക്കോയിഡ്, വെസിക്കുലേറ്റയിൽ നിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, റെറ്റിക്കുലാരിസിൽ നിന്ന് സെക്സ് ഹോർമോൺസ്. ഇനി ഈ മിനറലോ കോർട്ടിക്കോയിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആൽഡോസ്റ്റിറോണും 11-ഡിയോക്സി കോർട്ടിക്കോസ്റ്റിറോണും. മിനറലോ കോർട്ടിക്കോയിഡ് ആൽഡോസ്റ്റിറോണും 11-ഡിയോക്സി കോർട്ടിക്കോസ്റ്റിറോണും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് കോർട്ടിസോള്, കോർട്ടിക്കോസ്റ്റിറോൺ, കോർട്ടിസോൺ. അതെല്ലാം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. കോർട്ടിസോള്, കോർട്ടിക്കോസ്റ്റിറോൺ ആൻഡ് കോർട്ടിസോൺ. സെക്സ് ഹോർമോൺസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്രേറ്റ് ചെയ്യുന്ന ആൻഡ്രോജൻസ് ആണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ചെറിയ എമൗണ്ടിൽ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ക്ലിനിക്കിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലെയേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് കോർട്ടിസോള്, കോർട്ടിക്കോസ്റ്റിറോൺ, കോർട്ടിസോൺ. സെക്സ് ഹോർമോൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻഡ്രോജൻസ് ആണ് വരുന്നത്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ചെറിയ അളവിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ കോർട്ടെക്സിൻ്റെ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ഹൈപ്പർ ആക്ഷനും ഹൈപ്പോ ആക്ഷനും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആൽഡോസ്റ്റിറോണിൻ്റെ ഹൈപ്പർ ആക്ഷൻ. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഒരു മിനറലോ കോർട്ടിക്കോയിഡ് ആണ്. ആൽഡോസ്റ്റിറോണിൻ്റെ ഹൈപ്പർ ആക്ഷൻ വരുന്നുണ്ട്. ആൽഡോസ്റ്റിറോണിൻ്റെ ഹൈപ്പർ ആക്ഷൻ 2 രീതിയിൽ വരാം. ഒന്നുകിൽ അഡ്രിനൽ കോസ് കാരണം, അത് പ്രൈമറി ആൽഡോസ്റ്റിറോണിസം എന്ന് പറയും. അതല്ല വേറെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ആൽഡോസ്റ്റിറോൺ ഹൈപ്പർ സെക്രീഷൻ ഉണ്ടാകുകയാണെങ്കിൽ അതിന് സെക്കൻഡറി ആൽഡോസ്റ്റിറോണിസം എന്ന് പറയും. അപ്പം പ്രൈമറി ആൽഡോസ്റ്റിറോണിസത്തിൻ്റെ വേറെ പേരാണ് ഈ കോൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, കോർട്ടിസോള്, കോർട്ടിക്കോസ്റ്റിറോൺ ഇതൊക്കെ എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയും. നമ്മൾ നേരത്തെ പിറ്റ്യൂട്ടറിയുടെ കേസ് പറഞ്ഞപ്പോൾ കുഷിംഗ് ഡിസീസ് പറഞ്ഞു. കുഷിംഗ് ഡിസീസ് പിറ്റ്യൂട്ടറി കോസ് കൊണ്ട് വരുന്നതാണ്. പിറ്റ്യൂട്ടറി കോസ്, പിറ്റ്യൂട്ടറി ട്യൂമറൊക്കെ വന്നിട്ട് എക്സസ് ആയിട്ട് ഇപ്പോൾ ACTH സെക്രീറ്റ് ചെയ്തിട്ട് അത് എക്സസ് ആയിട്ട് കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കോർട്ടെക്സിൽ നിന്ന് എക്സസ് ഹോർമോൺസ് ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷനാണ് കുഷിംഗ് ഡിസീസ്. തിരിച്ച് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പം അഡ്രിനൽ കോർട്ടെക്സിൻ്റെ തന്നെ എന്തെങ്കിലും കണ്ടീഷൻസ് വന്നിട്ട് ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നതാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ സെക്സ് ഹോർമോൺസ് എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് അഡ്രിനോ ജെനൈറ്റൽ സിൻഡ്രോം. ഹൈപ്പോസെക്രീഷൻ വരുന്ന 2 കണ്ടീഷൻസ് ആണ് വരുന്നത്.
ഹൈപ്പോസെക്രീഷനകത്ത് നമുക്ക് അഡിസൺ ഡിസീസും കൺജനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേഷ്യാണ് വരുന്നത്. ഇപ്പം അഡിഷൻ ഡിസീസ് എന്ന് വെച്ചാൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന കോർട്ടക്സിന്റെ എല്ലാ ഹോർമോൺസും ഈ കോർട്ടിക്കോസ്റ്റിറോയിഡ്സിന് അഡ്രിനൽ ഗ്ലാൻഡിന് സെക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ അഡിസൺ ഡിസീസ്. അപ്പോൾ അഡിസൺ ഡിസീസിൽ എല്ലാ സെക്രീഷൻസും കുറവായിട്ടായിരിക്കും വരുന്നത്. അഡ്രിനൽ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാകാം. എന്ന് പറയുന്നത് അഡിസൺ ഡിസീസിന്റെ ഒരു കോമൺ സിംറ്റം ആണ് ഈ അഡ്രിനൽ ക്രൈസിസ് എന്ന് പറയുന്നത്. സഡൻ കൊളാപ്സ് വിത്ത് ഇൻക്രീസ്ഡ് നീഡ് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇത് പെട്ടെന്ന് കൊളാപ്സ് ആവും. ഇതെല്ലാം താന്നു പോയില്ല, അതിൻ്റെ ഒരു അർജൻസി ഫീൽ ചെയ്യും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എടുക്കാനുള്ള ഒരു അർജൻസി ഫീൽ ചെയ്യുന്നതാണ് ഈ അഡ്രിനൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഫേറ്റൽ ആയിട്ടുള്ള കണ്ടീഷനാണ് ഈ അഡിസൺസ് ഡിസീസ്. അതായത് അഡ്രിനൽ ക്രൈസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് അതൊരു ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഫേറ്റൽ ആവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ്. ഇനി അടുത്ത ഹൈപ്പോസെക്രീഷൻ ഉണ്ടാകുന്നത് കൺജനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേഷ്യ. അപ്പോൾ ഹൈപ്പർപ്ലേഷ്യ എന്ന് വെച്ചാൽ നമുക്കറിയാം സൈസ് കൂടുന്നതാണ്. ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് അഡ്രിനൽ കോർട്ടക്സിന്റെ സൈസ് കൂടുന്നു. കൺജനൈറ്റൽ ആണ് കണ്ടീഷൻ. അപ്പോൾ ഈ സൈസ് കൂടുന്ന അനുസരിച്ചിട്ട് അവിടെ എൻസൈംസ് കുറയും. കൺജനൈറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. കൺജനൈറ്റൽ ഡെഫിഷ്യൻസി ഓഫ് എൻസൈംസ് നെസസറി ഫോർ സിന്തസിസ് ഓഫ് കോർട്ടിസോളൊക്കെ സെക്രീറ്റ് ചെയ്യാനുള്ള എൻസൈംസ് അവിടെ കുറയും. അപ്പം അങ്ങനെയാണ് അത് കോർട്ടിസോളിന്റെ ഹൈപ്പോസെക്രീഷൻ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഹൈപ്പർപ്ലേഷ്യയിൽ കോർട്ടക്സിന്റെ സൈസ് കൂടുന്നുണ്ട്, പക്ഷെ കൺജനൈറ്റലി അവിടെ എൻസൈംസ് ആബ്സെന്റ് ആയിരിക്കും ഇതൊക്കെ സിന്തസൈസ് ചെയ്യുന്നതിനുള്ള. അങ്ങനെ ഈ ഹോർമോൺസിന്റെ സെക്രീഷൻ കുറയാം. അപ്പോൾ അതാണ് കൺജനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത്. ഇത്രയാണ് അഡ്രിനൽ കോർട്ടക്സിന്റെ കാര്യങ്ങൾ വരുന്നത്. കോർട്ടക്സിൽ ഗ്ലോമറുലോസയിൽ നിന്ന് മിനറലോകോർട്ടിക്കോയിഡ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറലോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് ആൽഡോസ്റ്റിറോണും 11-ഡിയോക്സി കോർട്ടിക്കോസ്റ്റിറോണും ആണ് വരുന്നത്. ഇപ്പോൾ ആൽഡോസ്റ്റിറോണിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ആൽഡോസ്റ്റിറോൺ മെയിനായിട്ടും ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ്. അതായത് സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ ആണ്. സോഡിയം റീഅബ്സോർപ്ഷൻ, പൊട്ടാസ്യത്തിൻ്റെ എക്സ്ക്രീഷൻ, ഇതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വെസിക്കുലേറ്റിയൽ വരുമ്പോഴാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനകത്ത് കോർട്ടിസോൾ, കോർട്ടിക്കോസ്റ്റിറോൾ, കോർട്ടിസോൺ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇൻസുലിന് എഗൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് കോർട്ടിസോളും കോർട്ടിക്കോസ്റ്റിറോണും ഒക്കെ. ഇൻസുലിൻ എന്താണ് കുറയ്ക്കുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറയ്ക്കുകയാണോ കൂട്ടുവാണോ? ഹലോ, കേൾക്കാമോ? കുറയ്ക്കുക, തിരിച്ച് കൂട്ടുന്നത്. അതായത് ഗ്ലൂക്കോഗോണിന്റെ സെയിം ആക്ടിവിറ്റി വരുന്നവരാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇനി റെറ്റിക്കുലാരിസിൽ നിന്ന് വരുന്ന സെക്സ് ഹോർമോൺസിൽ നമ്മൾ പറഞ്ഞില്ല ആൻഡ്രോജൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് സെക്ഷൽ ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ആൽഡോസ്റ്റിറോണിന്റെ ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ പ്രൈമറി ആൽഡോസ്റ്റിറോണിസ് അല്ലെങ്കിൽ കോൺസ് സിൻഡ്രോമിന്റെ സിംറ്റംസ് പറയാൻ പറ്റും. എന്തായിരിക്കും കോൺസ് സിൻഡ്രോമിനകത്ത് ഉണ്ടാകുന്നത്? ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആയിരിക്കില്ലേ മെയിൻ ആയിട്ട് വരുന്നത്. സോഡിയം ഒക്കെ എക്സസ് ആയിട്ട് റീഅബ്സോർബ് ചെയ്യും, പൊട്ടാസ്യം എക്സസ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അഡ്രിനൽ കോർട്ടെക്സ് വരെ ക്ലിയർ ആണോ? ഇനിയൊരു അഡ്രിനൽ മെഡുല്ല ഉണ്ട്. അഡ്രിനൽ മെഡുല്ലയിൽ സെൽസിന് പറയുന്ന പേരാണ് ക്രോമഫിൻ സെൽസ് അല്ലെങ്കിൽ ഫിയോക്രോം സെൽസ് എന്ന് പറയും. അപ്പോൾ ഈ സെൽസ് ആണ് അഡ്രിനൽ മെഡുല്ലയിൽ നിന്നുള്ള ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. കാറ്റക്കോളമീൻസ് എന്നാണ് അവർ മൊത്തത്തിൽ പറയുന്ന പേര്. കാറ്റക്കോളമീൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഡോപ്പമൈൻ, ഇത്രയാണ് അഡ്രിനൽ മെഡുല്ലയുടെ ഹോർമോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈപ്പർ സെക്രീഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. അപ്പോൾ ഫിയോക്രോമോസൈറ്റോമ അഡ്രിനൽ മെഡുല്ലയുടെ സെക്രീഷൻസ് കൂടുന്നതാണ്.
ബ്ലഡിന് എന്തെങ്കിലും ട്യൂമറൊക്കെ വന്നിട്ട് ഈ ക്രോമോഫിൽ സെൽസിന് ട്യൂമറൊക്കെ വന്നിട്ട് സെക്രീഷൻസ് കൂടുന്നതാണ് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. പിന്നെ ഡോപ്പമിൻ്റെ ഡെഫിഷ്യൻസി, ബേസൽ ഗാംഗ്ലിയന് ഡോപ്പമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന കണ്ടീഷനാണ് പാർക്കിൻസോണിസം. പാർക്കിൻസോണിസത്തിൽ എന്താ ഡോപ്പമിൻ ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അഡ്രിനൽ മെഡില്ലയായി. ഇനി ഇത് ഡയറക്റ്റ് കൺട്രോൾ ഇല്ലാത്ത ഒരു ഗ്ലാൻഡാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ ഈ പറഞ്ഞ പോലെ 2 ടൈപ്പ് സെൽസ് ഉണ്ട്, ചീഫ് സെൽസും ഓക്സിഫിൽ സെൽസും. ചീഫ് സെൽസ് ആണ് നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺ ആയിട്ടുള്ള പാരാതെർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ നമുക്കൊരു ടൈപ്പ് സെൽസും കൂടെ ഉണ്ട്, ഓക്സിഫിൽ സെൽസ്. അത് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ചീഫ് സെൽസ് പാരാതെർമോണിനെ സെക്രീറ്റ് ചെയ്യും. പാരാതെർമോണും കാൽസിട്ടോണിനും കൂടെ ചേർന്നിട്ടാണ് ഈ ബ്ലഡ് കാൽഷ്യം ലെവലിനെ നോർമലാക്കി നിർത്തുന്നത്. പാരാതെർമോൺ എന്താണ് ചെയ്യുന്നത്? ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടും. അതായത് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി, ബോൺസിൽ നിന്നൊക്കെ വലിച്ച് ബ്ലഡിലോട്ട് കൊണ്ടുവരുവാണ് പാരാതെർമോൺ ചെയ്യുന്നത്. ഫോസ്ഫേറ്റിൻ്റെ ലെവല് കുറയ്ക്കും. ഇപ്പോൾ പാരാതെർമോണും കാൽസിട്ടോണും എന്താ ചെയ്യുന്നത്? കാൽസ്യം ലെവലിനെയും കുറയ്ക്കും, ഫോസ്ഫേറ്റ് ലെവലിനെ രണ്ടിനെയും കുറയ്ക്കുന്ന ആളാണ് കാൽസിട്ടോണിൻ. പാരാതെർമോൺ ആണെങ്കിൽ ബ്ലഡിൻ്റെ കാൽസ്യം ലെവൽ കൂട്ടുന്ന ആളാണ്. ഇപ്പോൾ നോർമൽ കാൽസ്യം ലെവൽ എന്ന് പറയുന്നത് 9 to 11 mg/dL ആണ് നോർമൽ കാൽസ്യം ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈപ്പോ പാരാതൈറോയിഡിസം, പാരാതെർമോൺ കുറയുന്നു. പാരാതെർമോൺ കുറയുമ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുന്നത്? കാൽസ്യത്തിന് ഇതിന് ബ്ലഡിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ബ്ലഡിൽ കാൽസ്യം ലെവൽ കുറയും. ഹൈപ്പോ പാരാതൈറോയിഡിസം വരുമ്പോൾ ബ്ലഡിൽ കാൽസ്യം ലെവൽ കുറയും. അപ്പോൾ ഹൈപ്പോ കാൽസീമിയ പ്ലസ് ടെറ്റനി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. ടെറ്റനി എന്ന് പറയുന്നത് വയലൻറ്റ് പെയിൻഫുൾ മസ്കുലർ സ്പാസം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഈ ടെറ്റനി എന്ന് പറയുന്നത്. അത് പാരാതെർമോണിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ ഹൈപ്പോ കാൽസീമിയം ടെറ്റനിയാണ് വരുന്നത്. അപ്പം ഈ മസ്കുലർ സ്പാസം, കാർപ്പോപീഡൽ സ്പാസം വരാം, ലാരിഞ്ചൽ സ്ട്രിഡ് വരാം, അതുപോലെ തന്നെ ഹൈപ്പർ റിഫ്ലെക്സസും കൺവൽഷൻസും ഒക്കെ വരാം ടെറ്റനിയിൽ. ഇത്രയാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റിയിട്ട് പറയാനുള്ള. പാരാതെർമോൺ ആണ് സെക്രീഷൻ. അത് ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടുന്ന ആളാണ്, ഫോസ്ഫേറ്റ് ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരാതെർമോണും കാൽസിട്ടോണിനും കൂടെ ചേർത്താണ് കാൽസ്യം ലെവലും ഫോസ്ഫേറ്റ് ലെവലും ഒക്കെ നിയന്ത്രിച്ച് നിർത്തുന്നത് ബ്ലഡിൽ. അപ്പോൾ ഇത്രയാണ് മൊത്തത്തിലൊരു ഔട്ട്ലുക്ക്. ഹൈപ്പോതലാമസിൻ്റെ ഹോർമോണുകൾ, റിലീസിങ് ഹോർമോൺസ്, അത് നേരെ പിറ്റ്യൂട്ടറിയിലേക്ക് വരും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഓരോന്നിനെ സെക്രീറ്റ് ചെയ്യിക്കും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് ഗ്രോത്ത് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡെനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, പിന്നെ FSH LH ഉണ്ട് കേട്ടോ. FSH LH ഈ 2 ഹോർമോൺസ് എന്താണ് ഫങ്ഷൻ? FSHൻ്റെ ഫങ്ഷൻ എന്താണ്? ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ ഫോളിക്കിൾസ് ഡെവലപ്പിംഗ് ഫോളിക്കിൾസിലുള്ള ഗ്രാനുലോസ സെൽസ് ആണ് ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ FSHൻ്റെ പ്രസൻസിൽ ഈസ്ട്രോജൻ സെക്രീഷൻ കൂടുതലായിരിക്കും. തിരിച്ച് LH ആണെങ്കിൽ എന്താണ്? LH ഓവുലേഷൻ ആണ് ഫങ്ഷൻ LHൻ്റെ. അപ്പോൾ ഓവുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾസ് റപ്ചർ ചെയ്തിട്ടാണ് ഓവുലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ റപ്ചർ ഉണ്ടാകുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊജസ്റ്ററോൺ. അപ്പോൾ LHൻ്റെ പ്രസൻസിൽ പ്രൊജസ്റ്ററോൺ ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ FSH ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഡെവലപ്പിംഗ് ഫോളിക്കിൾസിലുള്ള ഗ്രാനുലോസ സെൽസ് ആണ് ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ FSH ൻ്റെ പ്രസൻസിൽ ഈസ്ട്രോജൻ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. LH ഓവുലേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓവുലേഷൻ എന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ റപ്ചർ ചെയ്തിട്ടാണ് നമ്മുടെ oocyte പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ റപ്ചർ ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അപ്പോൾ LHൻ്റെ പ്രസൻസിൽ പ്രൊജസ്ട്രോൺ ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. നമ്മൾ നെൽസൺ സിൻഡ്രോം പറയാൻ വിട്ടു. എന്തുകൊണ്ട്? അഡ്രിനൽ കോർട്ടെക്സിൽ വരുന്നതാണ് നെൽസൺ സിൻഡ്രോം. നെൽസൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡ്സിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നതാണ് ഈ നെൽസൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ്സ് റിമൂവ് ചെയ്യേണ്ട കണ്ടീഷൻസ്
പിറ്റ്യൂട്ടറി ട്യൂമറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എക്സസ് ആയിട്ട് ACTH പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ACTH പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് അഡ്രിനൽ ഗ്ലാൻഡിനെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് മൊത്തത്തിലുള്ള ബാലൻസ് പോകും. ആൽഡോസ്റ്റിറോണൊക്കെ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കോർട്ടിസോൾ ആണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഒക്കെ ബാലൻസ് ആണ് വരുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ബോഡിയിൽ ഇംബാലൻസ് ആവും. അപ്പോൾ നമുക്ക് ഈ അഡ്രിനൽ ഗ്ലാൻഡ് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് വരുന്ന ഒരു കണ്ടീഷനാണ് നെൽസൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ്, ലോക്കൽ ഹോർമോൺസ്. പിന്നെ ഹോർമോൺസിന് ഒരു കെമിക്കൽ നേച്ചർ അനുസരിച്ചിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്റ്റിറോയിഡ്സ്, പ്രോട്ടീൻസ്, ഡെറിവേറ്റീവ്സ് ഓഫ് തൈറോസിൻ, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ സ്റ്റിറോയിഡ്സ് നമ്മളിപ്പോൾ പറഞ്ഞ അഡ്രിനൽ കോർട്ടെക്സിന്റെ ഹോർമോൺസ് ഒക്കെ മിക്കതും സ്റ്റിറോയിഡ്സ് തന്നെയാണ്. അതിന്റെ പേര് അങ്ങനെയല്ലേ വരുന്നത്, ആൽഡോസ്റ്റിറോൺ, 11-deoxy കോർട്ടിക്കോസ്റ്റിറോൺ, കോർട്ടിസോൾ, കോർട്ടിക്കോസ്റ്റിറോൺ, ടെസ്റ്റോസ്റ്റിറോൺ, അങ്ങനെ സ്റ്റിറോൾ ചേർന്ന് വരുന്ന എല്ലാം സ്റ്റിറോയിഡ്സ് ആണ്. ബാക്കി ഒട്ടുമിക്ക ഹോർമോൺസും പ്രോട്ടീൻസ് കാറ്റഗറിപ്പെട്ടതാണ്. തൈറോസിൻ ഡെറിവേറ്റീവ്സ് ആയിട്ട് വരുന്ന നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസേ ഉള്ളൂ. തൈറോയ്ഡ് ഹോർമോൺസും അഡ്രിനൽ മെഡുല്ലയുടെ ഹോർമോൺസും ആണ് തൈറോസിൻ ഡെറിവേറ്റീവ്സ് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആന്റിരെ പിറ്റ്യൂട്ടറി, നമ്മൾ പറഞ്ഞ ആന്റിരെ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫൈസിസും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസും. ഈ അഡിനോ ഹൈപ്പോഫൈസിസ് ഡെവലപ്പ് ചെയ്യുന്നത് റഡ്കേറ്റ് പൗച്ചിൽ നിന്നാണ്. എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് റഡ്കേറ്റ് പൗച്ചിൽ നിന്നാണ്. പിന്നെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണെങ്കിൽ ന്യൂറക്ടോഡെർമൽ ഒറിജിൻ ആണ്. പിന്നെ ഇതിനകത്ത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ സിന്തസിസും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ, ഈ ഫോളിക്കിൾസിനകത്ത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉണ്ട്. അത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കൊളോയിഡൽ സബ്സ്റ്റൻസ് ആണ് തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഈ തൈറോഗ്ലോബുലിനകത്താണ് തൈറോയ്ഡ് ഹോർമോൺസിന്റെ സിന്തസിസ് നടക്കുന്നത്. തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസിനൊരു 6 സ്റ്റേജ് ഉണ്ട്. തൈറോഗ്ലോബുലിൻ സിന്തസിസ് ആണ് ആദ്യം നടക്കുന്നത്. അത് ഓൾറെഡി എപ്പോഴും തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആ ഫോളിക്കിൾസിൽ നടക്കുന്നുണ്ട് തൈറോഗ്ലോബുലിൻ സിന്തസിസ്. പിന്നെ അയഡൈഡ് ട്രാപ്പിംഗ്, ഓക്സിഡേഷൻ ഓഫ് അയഡിൻ, ഈ അയഡിൻ്റെ ട്രാൻസ്പോർട്ട് ടു ഫോളിക്കിൾസിലോട്ടുള്ള ട്രാൻസ്പോർട്ട്, പിന്നെ ടൈറോസിൻ്റെ അയഡിനേഷൻ, കപ്ലിംഗ് റിയാക്ഷൻ, ഇങ്ങനെ 6 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് അയഡിനെ നമ്മൾ ഫുഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള അയഡിൻ, ഈ അയഡിന് തൈറോഗ്ലോബുലിൻ സിന്തസിസ് കഴിഞ്ഞിട്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഫോളിക്കുലർ സെൽസ് തൈറോഗ്ലോബുലിനെ സിന്തസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അയഡിൻ, നമ്മുടെ ബ്ലഡിലുള്ള അയഡിനെ തള്ളി ഫോളിക്കുലർ സെൽസിലോട്ട് കൊണ്ടുവരണം. അപ്പം ഈ ഫോളിക്കുലർ സെൽസിലോട്ട് തള്ളിക്കൊണ്ട് വരേണ്ടത് ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റിന് അഗേൻസ്റ്റ് ആയിട്ടാണ്. അപ്പം നല്ലോണം എനർജി വേണ്ട ഒരു പ്രോസസ്സാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് അവിടെ നടക്കുന്നത്. അയോഡൈഡിനെ ഫോളിക്കുലർ സെൽസിന്റെ അകത്തേക്ക് കൊണ്ടുവരും. അതായത് ഫോളിക്കുലർ സെൽസിനെ ട്രാപ്പ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അയോഡൈഡ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ബ്ലഡിൽ നിന്ന് ഫോളിക്കുലർ സെൽസിലേക്ക് അയഡിനെ വലിച്ചു കയറ്റുന്നതാണ് ഈ അയോഡൈഡ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അയോഡൈഡ് ട്രാപ്പിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഫോളിക്കുലർ സെൽസിലേക്ക് കയറിയ അയോഡൈഡിനെ എലിമെന്ററി അയഡിൻ ആക്കണം. അപ്പോൾ അതിനെന്താണ് ചെയ്യുന്നത്? ഓക്സിഡേഷൻ ചെയ്യും. അയോഡൈഡിനെ ഓക്സിഡേഷൻ ചെയ്ത് അതിനെ എലിമെന്ററി അയഡിൻ ആക്കും. അങ്ങനെ എലിമെന്ററി അയഡിൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ തൈറോയിഡ് പെറോക്സിഡേസിന്റെ പ്രസൻസിൽ അയഡിനാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഫോളിക്കുലർ സെൽസിനകത്താണ് നടന്നത്. ഇനി അതിനുശേഷം ഫോളിക്കുലർ സെൽസിൽ നിന്ന് ഈ അയഡിനെ എന്ത് ചെയ്യും? തൈറോഗ്ലോബുലിന്റെ അകത്തേക്ക് കയറ്റും. ഫോളിക്കുലർ ക്യാവിറ്റിക്ക് അകത്തിരിക്കുന്ന തൈറോഗ്ലോബുലിന്റെ അകത്തേക്ക് കയറ്റും. അപ്പൊ അങ്ങനെ തൈറോഗ്ലോബുലിന്റെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പമ്പുണ്ട്, അയോഡൈഡ് ക്ലോറൈഡ് പമ്പ് അല്ലെങ്കിൽ പെൻഡ്രിൻ എന്ന് പറയും. ഈ പമ്പാണ് ഇതിനെ തൈറോഗ്ലോബുലിന്റെ അകത്തേക്ക് കയറ്റുന്നത്. തൈറോഗ്ലോബുലിന്റെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി ടൈറോസിൻ ഇരിപ്പുണ്ടാവും. ഈ ടൈറോസിനെ അയോഡിനേഷൻ ചെയ്യും. അതായത് ടൈറോസിനും അയോഡിനും കൂടി കമ്പൈൻ ചെയ്യും. ടൈറോസിനും അയോഡിനും കൂടി കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്നതാണ് മോണോ അയോഡോ ടൈറോസിനും ഡൈ അയോഡോ ടൈറോസിനും. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ട്സ് ടൈറോസിൻ
ടൈറോസിനും അയോഡിനും കൂടെ ചേർന്നിട്ടുണ്ടാവും. ആ പ്രോസസ്സിനെയാണ് അയോഡിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായ ഈ രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, മോണോ അയോഡോ ടൈറോസിനും ഡൈ അയോഡോ ടൈറോസിനും, ഈ രണ്ട് കോമ്പൗണ്ട്സും കൂടെ തമ്മിൽ ചേരും. അതിനെയാണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് പല രീതിയിൽ ചേരാം. ചിലപ്പോൾ രണ്ട് മോണോ അയോഡോ ടൈറോസിൻ തന്നെ ചേരാം, അല്ലെങ്കിൽ രണ്ട് ഡൈ അയോഡോ ടൈറോസിൻ തന്നെ ചേരാം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചേരാം. ചിലപ്പോൾ ഒരു MIT രണ്ട് DIT, അങ്ങനെ പല രീതിയിൽ ഇവർ കപ്ലിങ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ T3 T4 ഫോം ചെയ്യുന്ന ആ രണ്ട് പ്രോസസ്സുകൾ മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മോണോ അയോഡോ ടൈറോസിൻ, ഒരു മോണോ അയോഡോ ടൈറോസിനും ഒരു ഡൈ അയോഡോ ടൈറോസിനും കൂടെ ചേരും. ഇപ്പോൾ ഒരു മോണോയും ഒരു ഡൈയും, ഇപ്പോൾ രണ്ടും മൂന്ന് അയഡിൻ മോളിക്കുള്ള ട്രൈ അയോഡോ ടൈറോസിൻ ഉണ്ടാവും. അതിനുശേഷം പിന്നെ ഒരു കപ്ലിംഗ് റിയാക്ഷൻ ആണ് ഡൈ അയോഡോ ടൈറോസിൻ രണ്ടെണ്ണം ചേരുന്നത്. അപ്പോൾ രണ്ട് ഡൈ ചേരുമ്പോൾ രണ്ട് നാല് അയോഡിൻ മോളിക്യൂൾസ് ഉള്ള ടെട്രാ അയോഡോ ടൈറോണിൻ ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ T3 T4 ഫൈനലായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് T3 T4 സിന്തസിസ്. അപ്പം ആദ്യം തൈറോഗ്ലോബുലിൻ്റെ സിന്തസിസ് നടക്കും. അതിനുശേഷം അയോഡൈഡ് ട്രാപ്പിങ്. ഈ അയോഡൈഡിനെ എലിമെൻ്ററി അയോഡിൻ ആക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അതിനുശേഷം അയോഡീനെ തൈറോഗ്ലോബുലിനകത്തേക്ക് കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്ന് ടൈറോസിൻ്റെ കൂടെ ചേർക്കും. അതിനെയാണ് അയോഡിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അയോഡിനേഷൻ കഴിയുമ്പോൾ നമുക്ക് മോണോ അയോഡോ ടൈറോസിനും ഡൈ അയോഡോ ടൈറോസിനും കിട്ടും. അപ്പോൾ ഇവർ കപ്ലിംഗ് വഴിയാണ് നമ്മുടെ T3 T4 ഫോം ചെയ്യുന്നത്. ഇതിങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഈ തൈറോഗ്ലോബുലിനകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ സെവറൽ മന്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ് ടു 4 മന്ത് വരെ തൈറോഗ്ലോബുലിനകത്ത് ഈ ഉണ്ടായ ഹോർമോൺസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്.